മത്തായി സുവിശേഷം 5-ാം അധ്യായം എന്ന് പറയുന്നത് സൺഡേ ക്ലാസ് മുതൽ നിങ്ങളൊക്കെ പഠിച്ചതായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളാണ് അവിടെ ഉള്ളത്, അല്ലേ? അങ്ങനെയാണല്ലോ ഗിരിപ്രഭാഷണങ്ങൾ. അപ്പോൾ ഗിരിപ്രഭാഷണങ്ങൾ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ ഭൂമിയെ കൈവശമാക്കും. പിന്നെന്താ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ ദൈവത്തെ. നല്ലൊരു വചനമാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാ കാണാത്ത? വാക്യം മാത്രം പഠിച്ചാൽ മതി. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അപ്പോൾ ഗിരിപ്രഭാഷണമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറഞ്ഞു പോകുന്നവരാ എന്തുകൊണ്ട് ദൈവത്തെ കാണുന്നില്ല എന്ന വാക്യത്തിൽ തന്നെ മറുപടിയുണ്ട്. ഹല്ലേലൂയ. നമ്മളെല്ലാം പുറം ശുദ്ധമാക്കുന്നവരാണ്, അകം കൂടെ ശുദ്ധമാക്കിയത് നന്ന്. ആമേൻ. ഈ തുടക്കത്തിൽ ഉപദേശമാണല്ലോ, പോട്ടെ, കയറി വരും, അത് വിട്ടു. ആമേൻ. അപ്പോൾ അഞ്ചാം അധ്യായം എന്ന് പറയുന്നത് എന്നതാ പറയുന്നത്? ഗിരിപ്രഭാഷണമാണല്ലേ. ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ കൂടത്തെ കർത്താവ് എന്ത് ചെയ്തു? പുതിയ കാര്യങ്ങളൊക്കെ കർത്താവ് ഇങ്ങനെ പറഞ്ഞങ്ങനെ വരിക. അങ്ങനെ വന്നപ്പോൾ പലർക്കും ഒരു സംശയം, എന്നാതിനുള്ള പുറപ്പാടാ യേശു? ആമേൻ. എന്നാതിനുള്ള പുറപ്പാടാ? പുതിയ പ്രസ്താവനകളൊക്കെ കൊണ്ടുവരികയാണല്ലോ. ഇന്നലെ ആരും പറയാത്ത ചിലതൊക്കെ വരുവാണല്ലോ. ദൈവത്തെ ആർക്കും കാണാൻ പറ്റത്തില്ല, ദൈവത്തെ ആർക്കും തൊടാൻ പറ്റത്തില്ല, ദൈവത്തെ ആർക്കും ആമേൻ ആ ഹോരേബിൻ്റെ പർവ്വതത്തിൽ പോലും തൊടലെന്ന് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പതിൻ്റെ നസ്രായ വന്നിട്ട് പറയുക, ഹൃദയ ശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കർത്താവ് ഇങ്ങനെ പറയുമ്പോൾ ആമേൻ, അത് നോക്കണമേ. ഈ ലോകത്തുള്ള ജനം ചിന്തിക്കുക, കൊള്ളല്ലോ എന്തിൻ്റെ പുറപ്പാടാ? ഒരു പുതിയ പ്രസ്താവനയൊക്കെ ഇട്ട് യേശു ഇങ്ങനെ ആമേൻ മലകൾ തോറും കയറി ഇറങ്ങി ഇങ്ങനെ പ്രസംഗിക്കുവാണല്ലോ. ജനത്തിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഡൗട്ട് അടിച്ചു. പെട്ടെന്ന് കർത്താവ് ഈ ഡൗട്ട് കേട്ടിട്ട് ആമേൻ മനസ്സിലാക്കിയിട്ട് കർത്താവ് കൊടുത്ത പ്രതികരണം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആമേൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കാനല്ല ഞാൻ വന്നത്. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പദമുണ്ട്. നീക്കാനല്ല വന്നത്, നിവർത്തിപ്പാനത്രേ വന്നത്. ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്തും ദൈവാത്മാവ് നിങ്ങളോട് പറയുന്ന ആ വേട് നിങ്ങൾ മറക്കരുത്. യേശു വന്നത് നീക്കാനല്ല, നിവർത്തിപ്പാൻ. യേശു വന്നത് ചിലതും നിവർത്തിപ്പാൻ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്ത് നിവർത്തിപ്പാൻ? അത് നമ്മളൊന്ന് പഠിക്കണം. ഹല്ലേലൂയ. എന്ത് നിവർത്തിപ്പാൻ? ഞാൻ കഴിഞ്ഞ അതിൻ്റെ മുമ്പിലത്തെ ദിവസം ഈ മെസ്സേജ് എടുത്തു. പക്ഷേ ആമേൻ അതിൽ പറയാത്ത ബാക്കി കാര്യങ്ങളുണ്ട്. അത് ഞാൻ നെയ്യാറ്റിൻകരയ്ക്ക് വേണ്ടി തരികയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. എന്ത് നിവർത്തിപ്പാനാണ് കർത്താവ് വന്നതെന്ന് പലരും ചോദിക്കുന്നു. ആമേൻ. എന്താണ് യേശു നിവർത്തിച്ചത്? അപ്പം ഈ പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ ആമേൻ ചിലരുടെയൊക്കെ ചിന്ത, എന്തോ തമ്പുരാൻ പുതിയതൊന്ന് സ്ഥാപിക്കാൻ പോവുക. കർത്താവ് പുതിയത് സ്ഥാപിക്കാനല്ലെന്ന് ആമേൻ തുടക്കത്തിലേ പറഞ്ഞു. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭമാണ് ഈ അധ്യായങ്ങൾ എന്ന് പറയുന്നത്. ഈ ആരംഭത്തിൽ തമ്പുരാൻ പറഞ്ഞ വാക്കെന്നാ? ഞാൻ വന്നത് ചിലത് നിവർത്തിക്കാനാ. നമുക്കൊന്നും ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലെന്ന്. നമ്മുടെ അകത്ത് കുറച്ച് സ്വപ്നങ്ങളുണ്ട്, ആരോടും പറയാതെ വച്ചേക്കും. പറ്റുവാണെങ്കിൽ ഇതെല്ലാം ചെയ്യണം എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവ് അങ്ങനല്ല. കാല് വച്ചേച്ച് പരസ്യ പ്രഖ്യാപനം നടത്തി, ഞാൻ വന്നത് ചിലത് ചെയ്യാനാ. ഓഹോ. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആരെയും പേടിയില്ല യേശുവിന്. ആരെയും പേടിച്ചിട്ടല്ല, എന്തെങ്കിലും സംഭവിക്കുമെന്ന ചിന്തയുമില്ല. നമ്മളൊക്കെ പേടിച്ചും പാത്തും പതുങ്ങിയും ഭയന്നോക്ക് നിൽക്കുമ്പോൾ തമ്പുരാൻ ചങ്കുറപ്പോടെ വന്ന ആയിരങ്ങളുടെ നടുവിൽ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ വന്നത് അവൻ നീക്കാനല്ല, ചിലത് പണിയാനാ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, ചിലത് പണിയും എന്ന് പറഞ്ഞ ദോഷത്തിന്റെ നടുവിൽ പറഞ്ഞേച്ചു പണി തുടങ്ങിയ ഒരുവനാണ് ഞാൻ ആരാധിക്കുന്ന എന്റെ യേശു. ഇന്ന് രാത്രി നിവർത്തിക്കും എന്ന് പറഞ്ഞിട്ട് പണി തുടങ്ങിയവനാണ് എന്റെ യേശു. ഹല്ലേലൂയ. ഞാനേ ആ ഭാഗം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആമേൻ നമ്മൾക്കും പല സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ആമേൻ ഈ സ്വപ്നങ്ങൾ സത്യം പറയാമല്ലോ, 80 വയസ്സ് വരെ ജീവിച്ചിട്ടും പലരുടെയും സ്വപ്നങ്ങളെങ്ങും എത്തുന്നില്ല. വളരെ സത്യമല്ലേ? മരിക്കാതിരിക്കാൻ മരുന്ന് കിട്ടിയ വാങ്ങിക്കാതിരിക്കാൻ ആരെങ്കിലും കാണുമോ ഇവിടെ? ആശയം പിടിയിട്ടെന്ന് എനിക്കറിയത്തില്ല. മരിക്കാതിരിക്കാൻ ഒരു മരുന്ന് കിട്ടിയാൽ ആരെങ്കിലും വാങ്ങാതിരിക്കുവോ? ഇല്ല. ഞാനും മേടിക്കും, പക്ഷെ കിട്ടില്ലല്ലോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നാ കാര്യം? നമുക്ക് ജീവിച്ചിരുന്ന ഒരു കൊതി തീർന്നിട്ടില്ല. കാരണം ഇനിയും സ്വപ്നങ്ങൾ ബാക്കി. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനിയും കിടന്ന് ഇനിയും കുറച്ചുകൂടെ ചെയ്യുക, അതാണ് എൻ്റെയും ആഗ്രഹം. ഇനിയും കുറച്ചുകൂടെ ഭൂമിയിലുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടെ കർത്താവിന് വേണ്ടിയൊക്കെ ഓടാം.
ശരിയല്ലേ? നമ്മളൊക്കെ ജീവിതകാലം മുഴുവൻ എന്നൊക്കെ പറഞ്ഞു വയ്ക്കുക. യേശുക്രിസ്തു ഇത് പറയുന്നത് 30-ാമത്തെ വയസ്സിലാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. 30-ാമത്തെ വയസ്സിൽ പറഞ്ഞേച്ചു തുടങ്ങി, ഞാൻ നിവർത്തിക്കാനാ വന്നത്. അതിൻ്റെ അർത്ഥം ചങ്കുറപ്പോടെ കർത്താവ് പറയുക, ഞാൻ നിവർത്തിക്കും. ഹല്ലേലൂയ. ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങിയിട്ട് കാലം കുറച്ചായില്ലേ? പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് കൊല്ലം കുറച്ചായില്ലേ? അഭിഷേകം പ്രാപിച്ചിട്ട് നാളുകൾ കുറച്ചായില്ലേ? ചിലതൊക്കെ നിവർത്തിക്കും എന്ന് പറഞ്ഞു വെച്ച് ഇപ്പോഴും പകുതി വഴി നിൽക്കുന്നേ ഉള്ളൂ. നിങ്ങൾ മാത്രമല്ല, ഞാനടക്കം. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറാമേ. ആമേ. ഇത്രയും പിന്നീട് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഇത്രയും പറഞ്ഞ് അകത്തോട്ട് കയറാം. ആമേ. ഞാനും നിങ്ങളൊക്കെ പകുതി വഴി നിൽക്കുന്നേ ഉള്ളൂ. ആമേ. 3.5 വർഷമാണോ? ഇല്ല, ഇവിടെ 30 വർഷമായി. എന്നിട്ടും ഒന്നും ആയിട്ടില്ല. ആമേ. സത്യം പറയാലോ. ആമേൻ. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഇനിയൊരു 10 കൊല്ലം കൂടെ നീട്ടാൻ വകുപ്പുണ്ട് നോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ആയുസ്. കാരണം ആയിട്ടില്ല, പലതും ചെയ്തു തീർന്നിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിൽ പറഞ്ഞു, 33.5 വയസ്സ് എന്ന് പറഞ്ഞാൽ 3.5 വർഷത്തിന്റെ ഒടുവിൽ എൻ്റെ കർത്താവ് പരസ്യമായി തിരിച്ചൊരു മറുപടി പറഞ്ഞു. കേൾക്കണം നിങ്ങൾക്ക്. യോഹന്നാൻ സുവിശേഷം 19-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പരസ്യമായി കർത്താവ് പറഞ്ഞു, ഞാൻ നിവർത്തിക്കാനാ വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ രഹസ്യമായിട്ടല്ല. യോഹന്നാൻ 19:30 എൻ്റെ കർത്താവ് ഒരു വാക്യം പറയുന്നുണ്ട്, വായിക്കാം. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ശ്രദ്ധിച്ചേക്കണം. ഇത്രയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇരിക്കണോ എന്ന്. ഇനി അങ്ങോട്ട് കൈയടിച്ചാലും ശരി, അന്യഭാഷ പറഞ്ഞാലും ശരി, നിങ്ങൾ ദൈവസാരഥി ഏറ്റെടുത്താലും ശരി, ഈ ഒരു ചെറിയ സാധനം നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കണം. ഹല്ലേലൂയ. അത് ഞാൻ ആരംഭത്തിൽ അത്രയങ്ങ് പറഞ്ഞ് ശ്രദ്ധിക്കണേ. 30-ാമത്തെ വയസ്സിൽ യേശു പരസ്യമായി പ്രഖ്യാപിച്ചതെന്നാ, ഞാൻ ചിലത് നിവർത്തിക്കാനാ വന്ന്. 3.5 വർഷം കഴിഞ്ഞ് 33.5 വയസ്സിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് പരസ്യമായി യേശു വിളിച്ചു പറഞ്ഞു, നിവർത്തിയായി. ഹല്ലേലൂയ. 3.5 വർഷം കൊണ്ട് നമ്മളിവിടെ പെടാപ്പാട് പെട്ടിട്ടൊന്നും നിവർത്തിയായിട്ടില്ല. അപ്പോഴാ യേശു പറയുന്നേ, ഞാൻ തൃപ്തനാണ്, സകലതും നിവർത്തിയായി. ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെയാണെങ്കിൽ 3.5 വർഷം കൊണ്ട് എന്തൊക്കെയോ എൻ്റെ കർത്താവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇവിടുള്ള കാശുകൊണ്ടും അധികാരം കൊണ്ടും പണം കൊണ്ടും ചെയ്യാൻ കഴിയാത്തത് കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത ചിലത് ചുരുങ്ങിയ കാലം കൊണ്ട് എൻ്റെ കർത്താവ് ചെയ്തു തീർത്തെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, വിശ്വസ്തനായ ഒരു യേശുവിനെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നു. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനും നിങ്ങളും ആരാധിക്കുന്നത് പറഞ്ഞിട്ട് പകുതി വഴി കിട്ടിച്ചു പോയ ദൈവത്തെയല്ല, പറഞ്ഞത് അതുപോലെ ചെയ്ത് പൂർത്തീകരിച്ചവനെയാ. വിശ്വസിക്കുന്നവരുണ്ടോ? കേവലം 3.5 വർഷം കൊണ്ട് സകലതും പൂർത്തീകരിപ്പാൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിവർത്തിക്കാൻ വന്നവൻ നിവർത്തിച്ചിരിക്കുന്നു. Glory to Jesus. Hallelujah. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന്റെ ആശയം പിടികിട്ടെന്ന് എനിക്കറിയത്തില്ല. ആമേ. കേവലം 3.5 വർഷം കൊണ്ട് എൻ്റെ കർത്താവ് പറയുക, ഞാൻ നിവർത്തിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മളൊക്കെ 5 വർഷമായി, 10 വർഷമായി, 12 വർഷമായി ഞാനും ദർശനത്തിന്റെ പുറകിലാ. ഇന്ന് രാത്രി ഞാനും പറയും, ഒന്നും ആയിട്ടില്ല, എൻ്റെ ദർശനം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് റെജി പാസ്റ്റർ പറയുമ്പോൾ 3.5 വർഷം കൊണ്ട് തമ്പുരാൻ കാൽവരി ക്രൂശിൽ കിടന്ന് പരസ്യ പ്രഖ്യാപനം നടത്തുക, സകലതും നിവർത്തിയായി. ആമേൻ. രഹസ്യത്തിൽ പറഞ്ഞതല്ല, പരസ്യത്തിൽ പറഞ്ഞത് കൊണ്ടല്ലേ ആ മൊഴി നാട്ടുകാർ കേട്ടതും അത് ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയതും. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ എൻ്റെ കർത്താവ് നിവർത്തിപ്പാൻ വന്ന്? ഇന്ന് രാത്രിയിൽ ഒരു സാധാരണ കാര്യം നിവർത്തിക്കാനല്ല യേശു വന്നത്. എനിക്കും നിങ്ങൾക്കും എന്നെക്കാളും നിങ്ങളെക്കാളും ശക്തന്മാരായ പല പ്രവാചകന്മാർ ദേശത്തുണ്ടായിരുന്നിട്ടും ചെയ്യുവാൻ കഴിയാത്ത ചിലത് എൻ്റെ കർത്താവ് ചെയ്യുകയാ. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, ഇന്ന്
ഇന്നലകളിൽ മോശയുടെ പുസ്തകം മുതൽ മലാഖി വരെയുള്ള ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തിന്റെ ഇടയിൽ കുറിച്ചു വച്ച ഒത്തിരി കാര്യങ്ങൾ പ്രവാചകന്മാരുടെ പുസ്തകത്തിനകത്തുണ്ട്. നിവർത്തിക്കാൻ ഏലിയാവിന് കഴിയാത്തത്, നിവർത്തിക്കാൻ എലീശായ്ക്ക് കഴിയാത്തത്, നിവർത്തിക്കാൻ ശമൂവേൽ പ്രവാചകന് കഴിയാത്തത്, നിവർത്തിക്കാൻ ഹബക്കൂക്കിന് കഴിയാത്തത്, നിവർത്തിക്കാൻ രാജാക്കന്മാർക്ക് കഴിയാത്തത്, നിവർത്തിക്കാൻ ന്യായാധിപന്മാർക്ക് കഴിയാത്തത്, നിവർത്തിക്കാൻ മോശയ്ക്ക് കഴിയാത്തത്, പെൻഡിങ്ങിൽ കിടന്ന ഒരു കൂട്ടം കാര്യങ്ങൾ നിവർത്തിപ്പാൻ എന്റെ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, പലർക്കും കഴിയാത്തത് ചെയ്യാൻ യേശു ഈ രാത്രി നിനക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഓ എത്ര പേർ വിശ്വസിക്കുന്നു ഇന്നു രാത്രിയിൽ? പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാ, ഹല്ലേലൂയ. പലർക്കും കഴിയാത്തത് ഇന്നു രാത്രി യേശു നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാ. ഗ്ലോറി, ഹല്ലേലൂയ. ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. എന്ത് യേശു ചെയ്തു എന്ന് പറയാൻ പോവാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. 9-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9 അതിൻ്റെ 6-7 വാക്യങ്ങൾ ഒരാൾക്കൊന്ന് വായിക്കാം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്ക് സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. ശ്രദ്ധിക്കണം. ഞാൻ ഇന്നത്തെ ലൈവിലെ മെസ്സേജ് നിങ്ങൾ നേട്ടാൽ ഇതിൻ്റെ മുൻഭാഗം അതിനകത്തുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്ന അടുത്തൊരു ഭാഗമാണ്. ശ്രദ്ധിക്കുക. 1-2 കാര്യങ്ങളല്ല യേശു നിവർത്തിച്ചത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്തുനിന്ന് അടുത്തൊരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറയുക. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. ആമേൻ. പട്ടണത്തിനകത്ത് ആമേൻ പലതിനും വേണ്ടി, ഉണർവിന് വേണ്ടി കരയുന്നവരുണ്ട്, ഡെലിവറൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാം, ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ ഏപ്രിൽ 14 ഞങ്ങളുടെ മീറ്റിങ്ങിൽ വന്നവർക്കായി സ്തോത്രം. അസാധാരണമായ മീറ്റിംഗ് ആയിരുന്നു. ഹല്ലേലൂയ. പട്ടണത്തിനകത്ത് അസാധാരണമായ അഭിഷേകത്തെ ദൈവം ആമേൻ റിലീസ് ചെയ്തൊരു മീറ്റിംഗ് ആയിരുന്നു. ഒത്തിരി യൗവനക്കാരുടെ മേലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ച വെളിപ്പെട്ടൊരു മീറ്റിംഗ് ആയിരുന്നു. പകലും രാത്രി വന്നവർക്കായി സ്തോത്രം. ഇനിയും ഉണ്ട് നമുക്ക് മീറ്റിംഗ്. ഈ മാസത്തേക്ക് മെയ് മാസത്തേക്ക് നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടില്ല. മിക്കവാറും ജൂണിലുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ നമുക്ക് ഡേറ്റ് ഇനിയും കിട്ടും. ഹല്ലേലൂയ. അസൂയുള്ളവരൊക്കെ ഇവിടെ കിടക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു ഹല്ലേലൂയയോടെ പറഞ്ഞേ. ആമേൻ. അവരവർ നമ്മൾ നോക്കണം, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ആമേൻ. കർത്താവിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ വേഗത്തിൽ കർത്താവ് ചെയ്യും. ആമേൻ. ലോകം അതിൻ്റെ അവസാന സമയത്തിലാണ് നിൽക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി കർത്താവ് ആമേൻ തനിക്ക് വേണ്ടി നിൽക്കാൻ കൊതിക്കുന്നവനിലൂടെ കർത്താവ് എന്ത് ചെയ്യും? ചിലതൊക്കെ ചെയ്യാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ഗോഡ്. ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നു. അവിടെ യെശയ്യാവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. യേശുക്രിസ്തു ജനിച്ച സമയത്ത് ജനിച്ച പ്രവാചകനല്ല യെശയ്യാവ്. ഇത് പഴയ നിയമത്തിലെ പ്രവാചകനാണ്. അതിൻ്റെ എഴുതിയ കാലഘട്ടവും ഇതിൻ്റെ സാഹചര്യവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചില ബൈബിളുകളിൽ അതിൻ്റെ കാലഘട്ടം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണും, ക്രിസ്തുവിനും ഏകദേശം 600 മുതൽ അല്ലെങ്കിൽ 700 വർഷത്തിൻ്റെ മുൻപിൽ ജീവിച്ചൊരു പ്രവാചകനാണ്. ആരാ? ഈ യെശയ്യാ പ്രവാചകൻ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ക്രിസ്തുവിനും ആമേൻ 700 വർഷം മുമ്പ് ജനിച്ച പ്രവാചകനാണ് ഈ യെശയ്യാ പ്രവാചകൻ. 700 വർഷം മുമ്പ് ജനിച്ച പ്രവാചകൻ. ആ കാലഘട്ടത്തിൽ 70 വർഷത്തെ ചരിത്രത്തിൻ്റെ ചരിത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഭാവി കാലത്തേക്കുള്ള പ്രവചനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകത്തിനകത്തെ വേദപുസ്തകം എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ പറയുന്നത്, അല്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 പുസ്തകങ്ങളുണ്ട്. വേദപുസ്തകത്തിലും 66 ഉണ്ട്. അതുകൊണ്ട് ഇതിനകത്തെ ബൈബിൾ എന്നൊക്കെ പറഞ്ഞ് ആമേൻ നമ്മളിങ്ങനെ പറയാറുണ്ട്. അതൊക്കെ അതോടെ ഇരിക്കട്ടെ, അതൊക്കെ ചരിത്രം, നമ്മളതങ്ങോട്ടൊന്നും കയറുന്നില്ല. ആമേൻ. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പുസ്തകത്തിനകത്ത് ക്രിസ്തുവിനും 700 വർഷം മുൻപ് ആമേൻ അത് നോക്കണമേ എഴുതിയ അല്ലെങ്കിൽ പ്രവചിച്ച ഈ പ്രവചന ഗ്രന്ഥം ആമേൻ ഈ യെശയ്യാവ് എന്നാ എഴുതി വെച്ച? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. പക്ഷെ പുള്ളി ഇത് കണ്ടില്ല. ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ നാട്ടുകാർ കാണാൻ വരില്ലേ?
വരും. പക്ഷെ അന്ന് ആരും കണ്ടില്ല. അപ്പൊ പിന്നെ എന്നാ പുള്ളി എഴുതിയേ? എൻ്റെ ഭാഷയിൽ ഞാൻ പറയാ, പുള്ളി ഏതാത്മാവിൽ പ്രവചിച്ചോ അതേ ആത്മാവിൽ പുള്ളി കാണുക. ഞാൻ ആത്മാവിൽ അത് കാണുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാ, നിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ നാളെ നടക്കാനിരിക്കുന്നത് ഇന്ന് തന്റെ ഉള്ളിൽ ദൈവം കാണിക്കും. ഓ, വിശ്വസിക്കുന്നവരുണ്ടോ? ഇന്ന് രാത്രിയിൽ നീ കാണുന്നത് മാനുഷിക ബലത്തിലല്ല, നീ കാണുന്നത് ആത്മാവിന്റെ ശക്തിയിൽ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് വെറുതെയല്ല, അവൻ ആത്മാവിൽ കണ്ടേച്ചു പറയുക. ഓ, ലാം ഷദേരിയ റീമാന ശന്തൽ കമനഗഡഗസി, ഗ്ലോറി ടു ജീസസ്. ആമേൻ. യേശയ്യ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഇത് ഫ്യൂച്ചർ ടെൻസിലല്ല പറഞ്ഞത്, തനിക്ക് പ്രസന്റിൽ അല്ലെങ്കിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു തത്വമാണ് പുള്ളി ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കയ്യിൽ അത് കണ്ടില്ലെങ്കിൽ ആത്മക്കണ്ണിൽ താനത് കാണുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവം തരുമെന്ന ഉറപ്പ്, ദൈവം തന്നു എന്ന വിശ്വാസം. ആ കാലഘട്ടത്തിലും ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് ചിലരുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു വചനം എഴുതി വെച്ചോ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ ആരാ? അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അത് വിവരിപ്പാൻ എനിക്ക് സമയം പോരാ. ഈ രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. അമ്മേ, ആ ശിശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, അവൻ അത്ഭുത മന്ത്രിയാ. ഇങ്ങനൊരു മന്ത്രി നമ്മുടെ മന്ത്രിസഭയ്ക്കകത്തില്ല. ഉണ്ടോ? ഗതാഗത വകുപ്പ് മന്ത്രിയുണ്ട്, എന്തൊക്കെ വകുപ്പ് മന്ത്രിയുണ്ട്, ഫിഷറീസ് വകുപ്പുണ്ട്. പത്രം വായിക്കാത്തതുകൊണ്ട് ഇപ്പം അതൊന്നും പിടുത്തവുമില്ല. ഗ്ലോറി ടു ജീസസ്. നിങ്ങൾക്കറിയാമല്ലോ, പല വകുപ്പ് മന്ത്രിയുണ്ട്. അത്ഭുത വകുപ്പ് മന്ത്രി ഇവിടെ ഇല്ല, ഇതവിടെ. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുക, ഇവൻ ഈ യേശു എന്നാ പറയുന്നേ, അത്ഭുത മന്ത്രിയാണ്. അതിന്റെ അർത്ഥം ഇവിടെ ഒന്നുമില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് യേശുവിന്റെ പക്കലുണ്ട്. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ യേശുവിനെ കുറിച്ച് പറഞ്ഞ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്നല്ല, ഇതൊരു മിറക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാ, ഇതാർക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വാക്യമല്ല. ഇത് നിവർത്തിയാകണ്ടേ, നിവർത്തിയായേ പറ്റൂ. ഈ രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ പറയാ, ഇത് നിവർത്തിയാകണം. 700 വർഷം കഴിഞ്ഞിട്ടും ഈ വാക്യത്തിന് വേണ്ടി ആരും വന്നില്ല. ആമേൻ. ഒരു ഏലിയാവിനോ, ഒരു മലാക്കിക്കോ, ഹഗ്ഗായിക്കോ, മറ്റു യിരെമ്യാവിനോ ഒന്നും ഈ വാക്യത്തെ നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ 700 വർഷം കഴിഞ്ഞാൽ എന്റെ ദൈവം പറഞ്ഞാൽ പറഞ്ഞതാ. Glory to Jesus. Rimana Shandam. Amanagandagasi. Come on. ഞാൻ ആ ഭാഗത്തിലോട്ടൊന്ന് കയറി വരാം. 1-2 കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കയറാൻ പോവുക. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പൊ കർത്താവ് പറയുക, വചനം പറയുക, യെശയ്യാ പറയുക, ക്രിസ്തു ജനിച്ചിട്ടില്ല. 700 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ അങ്ങ് പ്രവചിച്ചു പറഞ്ഞു, നാളെ വരും എന്നല്ല, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഗ്ലോറി ടു ജീസസ്. അപ്പൊ ഞാൻ ചിന്തിച്ചോ, യെശയ്യാവിന്റെ തൊട്ടടുത്ത് വന്ന ശിശുവാരാ? എന്റെ ഭാഷയിൽ പറഞ്ഞ യിരെമ്യാവ്. ബൈബിളിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൈവം അവനെ കണ്ടു. കണ്ടെങ്കിൽ പിന്നെ ഈ വാക്യം അങ്ങ് ഏറ്റെടുത്ത പോരായിരുന്നോ? പറ്റിയല്ലെന്നേ. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. ഇതെല്ലാവരെ കൊണ്ടും പറ്റുന്നതല്ല. അവനവന് പറ്റുന്നതൊക്കെ അവനവൻ ഏറ്റെടുത്തു. പക്ഷെ പലർക്കും പറ്റാതെ കിടക്കുന്ന ചിലത് വേദപുസ്തകത്തിന്റെ താളിലുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ഏലിയാവ് വന്നപ്പോഴും, മോശ എഴുതിയിട്ട് പോയപ്പോഴും, യോശുവ കുറിക്കുമ്പോഴും, ന്യായാധിപന്മാർ വന്നേച്ചു പോകുമ്പോഴും വേദപുസ്തകത്തിന്റെ താളിൽ പലർക്കും തൊടാൻ പോലും ഭയക്കുന്ന പല പ്രവചന വാക്യങ്ങൾ കിടക്കുന്നുണ്ട്. പലരും മറിച്ചേച്ചു പോയി, ഇതെനിക്ക് പറ്റത്തില്ല, ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാൽ പലരും മിച്ചം വച്ചത് 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു തലമുറ പുറത്തു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത് ചെയ്യാൻ പോവുകയാ. ഇന്ന് രാത്രിയിൽ കരുത്തുറ്റ അഭിഷേകമുള്ള ചിലത് പലരും മിച്ചം വച്ചത്. Come on. Yes.
ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുന്നു, പലർക്കും ചെയ്യാൻ കഴിയാത്തത് ഈ സീസണിൽ അഭിഷേകമുള്ള നീ. ഓ ഹോളി സ്പിരിറ്റ് ലാം ഷാഥാ റകമന എവിടേക്കോ ദൈവാത്മാവ് ഇന്ന് രാത്രി സ്പർശിക്കാൻ പോവുക. പല പ്രവചനങ്ങളും നിറവേറപ്പെടാനുണ്ട്. ഇനിയും പുസ്തകത്തിനകത്ത് നിറവേറപ്പെടാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നിനക്ക് മുന്നേ വന്ന പല അഭിഷിക്തന്മാര് മറിച്ചു വച്ചേച്ചു പോയ അവൻ ഈ പേപ്പറുകളുടെ ഇടയിൽ നിറവേറപ്പെടാനുള്ളത് ഒന്നുകൂടെ ഞാൻ പറയാ, നിനക്കുള്ള ചിലത് അതിന്റെ അകത്തുണ്ട്. അത് തിരിച്ചു മറിക്കുന്നവൻ അതിനകത്തുനിന്ന് ചിലതിന് ഏറ്റെടുക്കാൻ പോവുകയാ. ഏറ്റെടുക്കുക മാത്രമല്ല, നീ ചിലത് നിവർത്തിക്കാൻ വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രിയിലെ മഹത്വം ചലിക്കാൻ പോകുക. അടകബല ശന്തന റീഗൽ പ്രൗഢി ബിരികടക അക്ഷസ് കമനകടകസെ അന്തൽ പ്രൗഢി ബിരികടക വൈശസിയന്തന റീബ ലഹസേതേനി റീകലബശകേനിയ. കം ഓൺ ഹോളി സ്പിരിറ്റ്, ഇന്ന് രാത്രിയിൽ ആ സാന്നിധ്യം ഇതിനകത്ത് നിറയട്ടെ. ആ സാന്നിധ്യം ഇതിനകത്ത് നിറയട്ടെ. ദേശത്ത് പലരും മിച്ചം വച്ച, പലർക്കും കഴിയില്ലെന്ന് പറഞ്ഞ ചില നിയോഗങ്ങൾ ഇന്ന് രാത്രിയിൽ അഭിഷേകമുള്ള ചിലർക്കായി ഈ രാത്രി സ്വർഗം റിലീസ് ചെയ്യാൻ പോവാ. Come on, take the fire. Oh, rababababa sharadharadhara rikabala basheke ribal kamanagadaga shanthenia ribal proudibirigadaga rachas kamanagadaga in the mighty name of Jesus. Glory, 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 glory. Ribala hadal kamana vaishas proudibirigadaga. Amen. Come on, come on. യേശുക്രിസ്തു ഈ ഭാഗം ജനിക്കുന്നതിന് മുൻപ് 700 വർഷം മുമ്പ് എഴുതിയിട്ട ഭാഗമാണ്. പക്ഷേ ശേഷം വന്ന യിരെമ്യാവ് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഈ വാക്യത്തിലൊന്നും കയറി പിടിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യിരെമ്യാവ് വന്നു കഴിഞ്ഞാൽ അടുത്ത് ഒരുപാട് പ്രവാചകർ വരിവരിയായി വന്നിട്ടുണ്ട്. ആമോസ് ഉണ്ട്, ഹഗ്ഗായി ഉണ്ട്, ഒബദ്യാവുണ്ട്, സക്കരിയാവുണ്ട്. സത്യം പറയുള്ള നിരനിരയായി വരിവരിയായി ഒരുപാട് പ്രവാചകന്മാർ വന്നു. പക്ഷെ അവരെല്ലാം ഈ വാക്യത്തെ അങ്ങ് ഇട്ടേച്ചൊരു സൈഡേ കൂടെ അവരങ്ങ് പോയി. മലാഖി കഴിഞ്ഞിട്ട് മത്തായി സുവിശേഷം വരികയാ. മത്തായി സുവിശേഷം വന്നപ്പോ അവൻ മറിയയിൽ നിന്ന് ഉരുവായൊരു പുത്രനുണ്ട്, പേര് യേശു എന്നാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. ചെറുപ്പം മുതലേ ആത്മസാന്നിധ്യം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വേദപുസ്തകം വായിച്ചാൽ കാണാൻ പറ്റും. പൈതൽ വളർന്നു, ജ്ഞാനത്തിലും കൃപയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു. അപ്പൊ ചെറുപ്പം മുതലേ ഒരു കൃപയിൽ അവൻ വളർന്ന്. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് രാത്രി അങ്ങനെ വളരാൻ കാരണമുണ്ട്. അമ്മയ്ക്ക് കൃപയുണ്ടെങ്കിൽ പിള്ളേർക്ക് കൃപ വരും. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ. അമ്മയ്ക്ക് കൃപയുണ്ടോ, പിന്നെ കൃപ ലഭിച്ചവളെ നിനക്ക് പിന്നെ എങ്ങനെ കൊച്ചു കൃപയും വളരാതിരിക്കും? ഇത് അമ്മയ്ക്കൊട്ട് കൃപയുമില്ല. നമ്മളിവിടെ കിടന്ന് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാ, കൊച്ചിനെ കൃപയും വളർത്തണം. നടക്കുന്ന കാര്യമല്ലോ ഉണ്ടെങ്കിൽ പറ. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? പ്രൈസ് ഗോഡ്. വേറെ തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ നിന്നാലേ തലമുറ നിൽക്കത്തുള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. നിങ്ങൾ പ്രാർത്ഥിച്ചാലേ നിങ്ങളുടെ പിള്ളേരും പ്രാർത്ഥിക്കത്തുള്ളൂ. ഇല്ലാതെ നമ്മൾ എങ്ങനെയോ പോയി പിള്ളേര് നന്നാവട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. കൃപ ലഭിച്ച വന്ന മറിയ പറയുന്നു, അവൻ എൻ്റെ തലമുറയും കൃപയിൽ വളരുകയാ. ഈ രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. ലൈവിൽ പിന്നെ കാണുന്നവരോട് ഞാൻ പറയാ, നിങ്ങൾ കൃപ ലഭിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിന്റെ തലമുറയ്ക്കും കൃപയുണ്ട്. ഇന്ന് രാത്രി അവരെ കൃപയിൽ വളർത്ത, അവനെ കൃപയിൽ എഴുന്നേൽപ്പിക്ക. ഇന്ന് രാത്രി നിന്റെ കൂടെ ദൗത്യമാണ്. മറക്കണ്ട. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവ മക്കൾക്കായി സ്തോത്രം. ഓ ഹല്ലേലൂയ. Come on. ഞാൻ ഭാഗം ഇങ്ങനെ ചിന്തിക്കുന്നു. വേദപുസ്തകം പറയുന്നു, അവൻ ഈ യേശു കൃപയിൽ വളർന്നു. 30-ാമത്തെ വയസ്സിൽ യേശു സ്നാനം കഴിഞ്ഞപ്പോൾ ആലയത്തിനകത്തുനിന്ന് വാങ്ങി വായിച്ച പുസ്തകം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഈ പുസ്തകം വാങ്ങി വായിച്ചു കഴിഞ്ഞപ്പോൾ യേശു ആ വാക്യങ്ങൾ ഇങ്ങനെ ഉരുവിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്ന് നിങ്ങൾ ഈ വചനം വായിച്ച് കേട്ടിരിക്കുക, ഈ പുസ്തകത്തിലെ വാക്യങ്ങൾക്ക് നിവർത്തി വന്നിരിക്കുന്നു.
എന്നാ കാര്യം? ഇത് നിവർത്തിക്കാനാ എന്നെ ദൈവം അയച്ചത്. ശ്രദ്ധിച്ച് കേൾക്കണം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, അവിടെ മുതൽ തുടങ്ങിയത് കർത്താവ് ആമേൻ നിവർത്തിക്കാനാ ഞാൻ വന്നതെന്ന്. എന്നാൽ 3.5 വർഷത്തിനകത്ത് ഇത് നിവർത്തിക്കുമോ ഇല്ലയോ എന്ന് പലർക്കും പേടിയാ. ഞാൻ ഇങ്ങോട്ട് വരട്ടെ. വായിച്ച ഭാഗത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. ഈ രാത്രി യേശു ആമേൻ ആ കാലഘട്ടത്തിൽ ചില പള്ളികളിൽ പ്രസംഗിക്കാൻ പോയെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ പള്ളിക്കകത്തെ പ്രസംഗം, ഞാൻ പറഞ്ഞുള്ള യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തുനിന്ന് വ്യാഖ്യാനിച്ച് പ്രസംഗിച്ചപ്പോ ഇരുന്ന വനപുള്ളികൾക്കും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തവർ എന്നാ ചെയ്തു? പള്ളികളുടെ അധികാരം കൊണ്ട് യേശുവിനെ തള്ളി അങ്ങ് പുറത്താക്കി. വായിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. യേശുവിനെ മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടാൻ ഭാവിച്ചോ എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവർ യേശുവിനെ പുറത്താക്കി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇത് നസറായന്റെ കാര്യമാ. അധികാരമുള്ളവർ യേശുവിനെ തള്ളി പുറത്താക്കി. പക്ഷെ യെശയ്യാവ് പറഞ്ഞു, അവൻ ആധിപത്യം അവന്റെ തോളിലിരിക്കും. അത് കണ്ടവരുടെ കൈ പോകേണ്ടതല്ല. ഇന്ന് രാത്രിയിൽ പലർക്കും പിടിക്കാൻ കഴിയാത്ത വചനത്തിന്റെ നിവർത്തിക്ക് വേണ്ടി യേശു അവിടെ കൊണ്ടങ്ങ് പോയെന്നല്ല, പിന്നെയും തിരിച്ചു വന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാ, യെശയ്യാവ് പ്രവചിച്ച പ്രവചനത്തിനകത്ത് ആധിപത്യം അവന്റെ തോളിലെന്ന. ആമേൻ. പക്ഷെ യേശുവിന് അതോറിറ്റി കിട്ടിയില്ല. ആ കാലഘട്ടത്താ യേശു ഉപവാസത്തിന് വേണ്ടി കയറിയത്. ഉപവാസത്തിന് വേണ്ടി കയറുമ്പോൾ അടുത്തൊരു പുള്ളി വന്നു. ആ പുള്ളിയുടെ പേര് നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു പുള്ളിയാ. അദ്ദേഹത്തിന്റെ പേര് സാത്താൻ എന്നാണ്. 40 ദിവസത്തെ ഉപവാസത്തിന്റെ ഇടയിൽ യേശുവിന്റെ അടുക്കലേക്ക് വന്നേച്ച് ഇങ്ങനെ പറയുവാണ്, യേശുവേ, ഈ കാണുന്നതെല്ലാം കണ്ടോ? ഇതെല്ലാം ഇതിന്റെ അധികാരമല്ല എൻ്റെ കയ്യിലിരിക്കുക. നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ അധികാരമെല്ലാം നിനക്ക് തരാം. ഓ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ഒരു പുള്ളി വന്നിട്ട് പറയുവാ, എന്നെ ഒന്ന് കുമ്പിട്ടാ മതി, ഈ ഭൂമിയിലെ സകല അധികാരവും ഞാൻ നിനക്ക് തരാം. ഇന്ന് രാത്രി ഇതെല്ലാം കേട്ടിട്ട് യേശു ഇങ്ങനെ കൈയും കെട്ടി സ്തോത്രം പറഞ്ഞ് മിണ്ടാതെ നിൽക്കുക. ചില സമയത്ത് മിണ്ടാതെ നിൽക്കുന്നതാണ് നല്ലത്. അവനോട് വിച്ചും പേയും പറഞ്ഞ് കളിക്കാൻ നിൽക്കണ്ട. നീ പ്രാപിച്ച ദൈവകൃപയിൽ നിൽക്കുക. ഇച്ചിരി കഴിയുമ്പോൾ ചോദ്യകർത്താവിന് മനസ്സിലാകുക, ഞാൻ കൊടുത്തില്ലെങ്കിലും അവൻ മേടിക്കും. ഓ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, ചില സന്ദർഭങ്ങളിൽ നീ വാപൂട്ടി നിൽക്കുക. അത് കഴിയുമ്പോൾ പിശാചിന് മനസ്സിലാകുക, തരാമെന്ന് പറഞ്ഞവൾ നിന്റെ മുമ്പിൽ കൈകൂപ്പുന്നൊരു സമയം വരും. മർക്കോസ് 5 വായിച്ചാൽ അറിയാം, 6000 ഭൂതങ്ങളുമായി യേശുവിന്റെ മുമ്പിൽ നമസ്കരിച്ചു പറയുന്നു, ഒന്നും ചെയ്യല്ലേ. ഇന്ന് രാത്രിയിൽ നീ എന്നെ നമസ്കരിച്ചാൽ ഇത് തരാമെന്ന് പറഞ്ഞവൾ ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കുകയാ. Oh, in the name of Jesus. Rimana Shandal Kamanagadagassi. Come on. ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം, അവൻ തരുന്നതല്ല അധികാരം. യേശുവിനറിയാ, ഞാൻ നിവർത്തിക്കാനാ വന്നതെങ്കിൽ നീ തരണ്ടടാ. ഇതെന്റെ തോളെ വരുന്ന ഒരു സമയമുണ്ട്. ഇന്ന് രാത്രിയിൽ സ്വർഗം വെയിറ്റ് ചെയ്യുക. ഇതെന്റെ തോളെ വരൂ. Wow. Glory to Jesus. പിടി കിട്ടുന്നുണ്ടോ? അന്ന് പിശാച് പറഞ്ഞു, ആരും കാണത്തില്ലടാ, ഒന്നെന്നെ കുമ്പിട്ടാ മതി, എല്ലാ അധികാരവും ഞാൻ എന്ത് ചെയ്യാം, നിനക്ക് തരാ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ, കുമ്പിടാൻ തയ്യാറല്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ശുശ്രൂഷകളുടെ തുടക്കം കഴിയുമ്പോൾ ആമേൻ, അന്ന് അധികാരം കൊടുക്കാമെന്ന് പറഞ്ഞവൾ ഒന്നും കൊടുക്കാതെ അവിടെ വിട്ടുപോയി. പക്ഷെ ഒരു സത്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അമ്മേ, അവനൊന്നും കൊടുത്തില്ല. അവൻ അന്ന് മുതൽ യേശുവിന്റെ പുറകില. എങ്ങനെയെങ്കിലും യേശുവിനെ ഒതുക്കണം. നിവർത്തിപ്പാൻ വന്നവന് ഞാൻ നിവർത്തിക്കാൻ അനുവദിക്കത്തില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോളാ, അമ്മേ, പിശാചേ, നീ ചിന്തിക്കുന്നതല്ല പ്ലാൻ, നീ ഒരുക്കുന്നതല്ല പ്ലാൻ. എൻ്റെ ദൈവത്തിന് വേറെ പ്ലാൻ ഉണ്ട്. നീ തകർച്ചയ്ക്ക് വേണ്ടി ചില പ്ലാനുകൾ ഒരുക്കുമ്പോൾ അതെല്ലാം എൻ്റെ ദൈവം തന്റെ നിവർത്തിക്ക് വേണ്ടി ചില പദ്ധതികളായി സ്വർഗം മാറ്റാൻ പോവുകയാണ്.
ഇന്ന് രാത്രി ആത്മാവാരുടെയൊക്കെ ദൂത് പറയുന്നു, പിശാച് തകർച്ചയ്ക്ക് വേണ്ടി ചിലത് പ്ലാൻ ചെയ്യുന്നത്, ചില ദൈവ പദ്ധതികൾ നിവർത്തീകരിക്കാൻ സ്വർഗം അതിനെ പ്ലാൻ ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്താൽ ജയ. യേശുവിന്റെ നാമത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാ. In the mighty name of Jesus. Amen. അന്ന് മുതൽ പിശാച് പറഞ്ഞത്, ഞാൻ യേശുവിനെ കൊലമരത്തിൽ കേട്ടും കള്ളന്മാരുടെ കൂട്ടത്തിൽ ഞാൻ കൊണ്ടുവനെ തറയ്ക്കും. ആമേൻ. പിശാചേ, നീയെ ഒതുക്കാൻ വേണ്ടി ചെയ്ത പ്ലാൻ കർത്താവ് ജയിക്കാനാക്കി മാറ്റിയടാ. ഇന്ന് രാത്രി ഇതിലിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, ഓൺലൈനിൽ എന്നെ വാച്ച് ചെയ്യുന്നവരോട് ഞാൻ പറയാ, അവൻ നിന്നെ ഒതുക്കാൻ വയ്ക്കുന്ന ചില പ്ലാനുകൾ, ആമേൻ, നിന്റെ ദൈവ പദ്ധതിയുടെ നിവർത്തിക്കായിട്ട് ദൈവം അതിനെ പ്ലാൻ ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ആമേൻ പറയണം. പിശാച് താറാപറ്റിക്കാനിട്ട ചിലത്, യെസ്, നിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് വേണ്ടി സ്വർഗം അതിനെ പ്ലാൻ ചെയ്യട്ടെ. നിന്നെ രോഗിയാക്കി തകർക്കാനായി ഇട്ടത്, പക്ഷേ അതിന്റെ അകത്ത് ഒരു മഹത്വം വെളിപ്പെടാൻ പോവുകയാ. നിന്നെ തകർക്കാൻ അഭിഷാച് പ്രാരിട്ടത്, എന്നാൽ അത് ഉയർച്ചയ്ക്കുള്ളൊരു വഴിയാകാൻ പോവുക. ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ അതിശക്തമായി സംസാരിക്കുന്നു. പിശാച് പറയും, ആമേൻ, എന്റെ കയ്യിലുണ്ട്, നീ എന്നെ കുമ്പിട്ടാ ഞാൻ തരാം. പക്ഷെ ഇന്ന് രാത്രിയിൽ നീ നിൽക്കുന്നത് പോലെ ദൈവസന്നിൽ ഉറച്ചു നിന്നാൽ, ആമേൻ, അവൻ തരണ്ട, അവന്റെ തലയിൽ കാല് വെക്കേണ്ട ഒരു അതോറിറ്റി ഇന്ന് രാത്രി സ്വർഗം നിന്റെ മേൽ റിലീസ് ചെയ്യാൻ പോവാ. അവൻ തന്നിട്ടല്ല നീ രക്ഷപ്പെടേണ്ടത്. നീ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഉറച്ചു നിൽക്കാൻ റെഡിയാണെങ്കിൽ അവൻ തരുന്നതിലും വലുത് എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി തരാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ മകത്വം നിനക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാകട്ടെ? Holy Spirit, Udabalaba Shandana Riantana Regal Kamanagadaga Shaida Proudi Birigadaga. Holy Spirit. Oh, glory, 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 glory. Come on. Hallelujah. വാസ്തവമായിട്ട് ഞാൻ പറയാം, യേശു ക്രിസ്തു പറയുക, ആമേൻ, നീ എനിക്കൊന്നും തരണ്ട, കാരണം ജനിക്കുന്നതിന് മുൻപ്, ആമേൻ, ഹഗ്ഗായി എടുക്കാത്തൊരു വചനം ഞാൻ എടുക്കുവാണ്, മലാഖി എടുക്കാത്തൊരു വചനം ഞാൻ അങ്ങ് എടുക്കുക. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണമേ, എനിക്ക് മുന്നേ വന്ന പ്രവാചകന്മാർ എടുക്കാത്തത് ഞാൻ എടുക്കുക. എന്നതാ? ആധിപത്യം അവന്റെ തോളിലിരിക്കുക. വന്ന പലരെയും പിശാചെ നീ ഒതുക്കി, വന്ന പലതിനെയും പിശാചെ നീ തകർത്തോ. എന്നാൽ അവരുടെ അധികാരങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. നസ്രായൻ പറഞ്ഞത് നീക്കാനല്ല, നിവർത്തിക്കാനാ വന്ന്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? നടന്നില്ലെങ്കിൽ കീറിക്കളയുക എന്ന ഏർപ്പാട് യേശുവിനില്ല. നാമേ പ്രവാചകന്മാർ പറഞ്ഞും നടന്നില്ലെങ്കിൽ അതിനെ മറിച്ചു വച്ചേച്ചവർ മുന്നോട്ട് പോയി. എന്നാൽ ഇന്ന് രാത്രി എന്നെ ആരാധിക്കുന്ന യേശു പറയോ, അവർ മറിച്ചതിനെ ഞാൻ തിരിച്ചെടുക്കുകയാണ്. ഇന്ന് രാത്രി ഉണ്ടോ ഇതിനകത്ത്? നിന്റെ ജീവിതത്തിന്റെ ഏതൊക്കെയോ താളുകളിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ് മറിച്ചു വച്ച ചില പേപ്പറുകൾ ഇന്ന് രാത്രി ആ അഭിഷേകത്തിന്റെ നിറവിൽ ഒന്ന് തിരിക്കുക. Take the fire of God. തൊടുകാണ് ചിലത് തിരിക്ക. ഇന്ന് രാത്രി മഹത്വം വെളിപ്പെടുന്നു. ഈ അഭിഷേകം ചലിക്കുന്നു. തിരിക്കാൻ റെഡിയാണോ? ഇന്ന് രാത്രിയിൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നിന്നെ നിറയ്ക്കാൻ പോവുകയാ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്.
രഗബലം ശമനം ജനാധര റീഗ ലാഭ ശംദൽ കമന അടവ ശമന ഘടക റക്ഷസ് കമന ഘടക. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. In the mighty name of Jesus. ഉടമ ശംദന റിഗൽ കമന വൈഷസ് പ്രൗഡേ. ഗ്ലോറി. ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞ് മറിച്ചു വെച്ചുപോയ പേപ്പറുകളില്ല നിന്റെ ജീവിതത്തിൽ. ഈ വചനം കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടോ ഒന്ന് തിരിച്ചു മറിക്കണമെന്ന്? ഇന്നു രാത്രി അത് വെറും തോന്നലല്ല, ആത്മാവിന്റെ ഇടപെടല. കഴിയത്തില്ല, ഇത് അസാധ്യം, ഇതെന്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല, ഇതെന്റെ ചിന്തയിൽ ഒതുങ്ങുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് മറിച്ചു വിട്ടുപോയ ചില ചാപ്റ്ററുകൾ പരിശുദ്ധാത്മാവിന്ന് റീഓപ്പൺ ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൂത് ഏറ്റെടുത്തോണ്. നിനക്കത് കഴിയും. നിനക്ക് മുന്നേ വന്നവന് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ നിനക്ക് കഴിയത്തില്ലെന്നല്ലതിന്റെ അർത്ഥം. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന നിനക്ക് സ്വർഗം നിന്നോട് പറയുന്നു, ഇത് നിന്റെ ദൂതാ. ഓ, ഏലിയാവിന് പറ്റാത്തത് എലീശാക്ക് ചെയ്തു, എലീശാക്ക് പറ്റാത്തത് അടുത്ത തലമുറ ചെയ്യും. ഇന്നു രാത്രിയിൽ 1-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ട് വരെയോ പലർക്കും കഴിയാതിരുന്നത് 21-ാം നൂറ്റാണ്ടിൽ ഒരു തലമുറ അത് ചെയ്യാൻ പോകുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ശന്തൽ കമനഘടക അർജുന റക്ഷസ് കമനഘടക വൈഡൽ കമനഘടക ശന്തൽ പ്രൗഢിബിരി ഘടകസേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അപ്പൊ പിശാച് വന്ന് ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, അധികാരമല്ല എന്റെ കയ്യിലിരിക്കാൻ, ഞാൻ നിനക്ക് അധികാരം തരാം. യേശു പറഞ്ഞു, നീ തരുന്ന അധികാരം എനിക്ക് വേണ്ടടാ, എനിക്ക് വേണ്ടടാ. നീ തരുന്നതൊന്നും എനിക്ക് എന്ത് ചെയ്യണ്ട, എനിക്ക് വേണ്ട. ആമേൻ. പിന്നെ യേശുവിന് എവിടെ നിന്ന് അധികാരം കിട്ടും? അയച്ച കർത്താവ് കൊടുക്കും. തൻ്റെ പിതാവ് കൈമാറിക്കൊണ്ടിരിക്കുക. ഇന്നു രാത്രി ഞാനൊരു സത്യം കൂടെ നിങ്ങളോട് വിളിച്ചു പറയാ. രാത്രികളിൽ ഉറങ്ങാതെ, ആമേൻ, രാത്രിയെ പകലാക്കി മുഴങ്കാലേ നിന്ന് യേശുവിനോട് ചോദിച്ചാൽ യേശു പറയോ, പിശാചേ നീ തരണ്ട എനിക്ക് അധികാരം. ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ കരത്തിൽ അതോറിറ്റി വരും. ഇന്നു രാത്രിയിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ ഇന്ന് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഓ, പലർക്കും കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു അതോറിറ്റി ഈ രാത്രിയിൽ നിന്റെ മേൽ സ്വർഗം റിലീസ് ചെയ്യട്ടെ, സ്വർഗം റിലീസ് ചെയ്യട്ടെ, സ്വർഗം റിലീസ് ചെയ്യട്ടെ. ഇന്ന് രാത്രി ആ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രി. ഓ, holy 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 spirit. Ribala shandal kamanagadaga vaishas proudi birigadaga rochas kamanagadaga se. പിശാചേ നീ ഒന്നും തരണ്ടടാ. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ ചിലത് വരാൻ പോവാ. വിശ്വസിക്കുന്നവരുണ്ടോ? പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ ചിലത് വരാൻ പോവാ. കാറ്റുകൊണ്ട് യേശുവിന്റെ വഴി അടയ്ക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുതിട്ട്, പിശാചേ നീ കാറ്റിനെ എന്റെ എതിരെ തിരിച്ചെങ്കിൽ ഇതേ കാറ്റ് ഞാൻ നിനക്കെതിരെ തിരിക്കാൻ പോവാ. ഇന്നു രാത്രി അവൻ തൊടുത്തുവിട്ട അസ്ത്രങ്ങള് തിരിച്ച് അവന്റെ നേർക്ക് തൊടുക്കാൻ കരുത്തുള്ള ഒരു അഭിഷേകം ഈ രാത്രിയിൽ തൊടുക, 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 തൊടുക. സാധാരണ അഭിഷേകം നടക്കുന്നു. അവൻ തൊടുത്തുവിട്ട കാറ്റിനെ അവന്റെ നേർക്ക് തിരിച്ചു വീശാൻ ഇന്നു രാത്രിയിൽ ഗതി തിരിക്കാൻ കരുത്തുള്ള ഒരു അഭിഷേകം. ഓ ഹോ ഹോ ഹോ. ഇന്നു രാത്രി തലം മാറും, ഇന്നു രാത്രി തലം മാറും. മുക്കിക്കളയാൻ ഇളക്കിവിട്ട കടലിനെ ചവിട്ടിപ്പിടിക്കാൻ കരുത്തുള്ള ഒരു തലമുറ പ്രാർത്ഥനാ റൂമിൽ നിന്ന് പുറത്തു വരും. തൊടുക, തൊടുക, തൊടുക. അസാധാരണമായ ആത്മപകർച്ചകൾ ഈ രാത്രി സംഭവിക്കാൻ പോവുക. നിനക്ക് വിരോധമായി തകർക്കുമെന്ന് വിധി എഴുതി നിനക്കെതിരെ നിൽക്കുന്ന ചില വമ്പൻ ശക്തികള് ഇന്നു രാത്രിയിൽ തിരിച്ച് ചവിട്ടാൻ
തൊടട്ടെ ഇന്ന് രാത്രി മകത്വം തൊടുക. അടകമന ശന്തൽ കമന വൈഷസ് പ്രൗഢി വിരികടക അത്യുന റഗൽ കമന കടകസെ. യേശുവിന്റെ മകത്വം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രി. വാവ്. ലാം ഷാഥ റകമന റീമാന ഷെഖേനിയ റീഗൽ കമന കടകസെ. എത്ര പേർ ഇന്ന് രാത്രി മനസ്സിലാക്കുന്നു ഈ വചനത്തിന്റെ ആമേൻ ആഴം? ആർക്ക് പിടികിട്ടുന്നു എനിക്കറിയത്തില്ല വചനത്തിന്റെ ശക്തി. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. ആരും കൊടുത്തിട്ട് യേശു അധികാരം മേടിച്ചെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷെ ഇന്ന് ഭൂമിയിൽ ആരും കൊടുത്തിട്ട് യേശു മേടിച്ചെന്ന് എഴുതിയിട്ടില്ല. ശത്രുവായ പിശാച് നമ്മൾ ഭയക്കുന്നത് എന്താ? നമ്മളെ പേടിപ്പിക്കാൻ അവന് എന്തോ ഉണ്ടെന്നുള്ളത് കൊണ്ടല്ലേ. പിശാചിനെ എന്തുകൊണ്ട് നമ്മൾ പേടിപ്പിക്കുന്നു? അവൻ നമ്മളെ കൊല്ലുമെന്ന് ഭയക്കുന്നില്ലേ? കാരണം അവന്റെ ഏറ്റവും വലിയ ആയുധം മരണമല്ലേ. ഇന്ന് രാത്രി മരണത്തെ ഭയക്കാത്തവരുണ്ടോ? ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഭയക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ ആയുധത്തെ നീ പേടിക്കുന്നു. എന്നാൽ ഭയമില്ലാതെ ഒരുവൻ നസറേത്തിൽ നിന്ന് വന്നേച്ചു പറയുക, ഞാൻ നിവർത്തിക്കുവടാ, ഞാൻ നിവർത്തിക്കും. ക്രൂശിൽ കിടക്കുമ്പോ കരയുമെന്ന ചിന്തിച്ച് പക്ഷെ യേശു വിളിച്ചു പറഞ്ഞു, നിവർത്തിയായടാ. യേശുവിന്റെ നാമം ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ. ആമേൻ. ഈ ക്രൂശേ കയറി കിടക്കുമ്പോ കിടന്നത് രണ്ട് കള്ളന്മാരുടെ നടുവിലാ. ആമേൻ. എന്നാ കള്ളന്മാരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ അവന്മാർക്ക് പേരിട്ട്, ഒരുത്തൻ തേങ്ങാ മൂട്ടിച്ചു, ഒരുത്തൻ മാങ്ങാ മൂട്ടിച്ചു. ഹല്ലേലൂയ. ഈ രണ്ട് മോഷണമല്ലേ? മൂട്ടിച്ചവൻ്റെ പേരല്ലേ കള്ളൻ. എന്നാ മൂട്ടിച്ചെന്ന് അറിയത്തില്ല. പിന്നെ ഞാനങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. വലതുവശത്ത് കിടക്കുന്നു തേങ്ങാ മൂട്ടിച്ച് കിടക്കുക, ഇടത്ത് വശത്ത് കിടക്കുന്നു മാങ്ങാ മൂട്ടിച്ചിട്ട് കിടക്കുക. ഇത് രണ്ടിൻ്റെയും സീസണാണ്, നിങ്ങൾ സൂക്ഷിച്ചോളണം. ഒരു ഹല്ലേലൂയ പറഞ്ഞ. ഗ്ലോറി ടു ജീസസ്. ആമേൻ. ഇത് രണ്ടിൻ്റെ നടുവിൽ കിടക്കുക. അപ്പോൾ നാട്ടുകാർ കാണുമ്പോൾ എന്നാ വിചാരിക്കും? ഇവൻ ഇത് രണ്ടുമല്ല, ഇവൻ വേറെ എന്നാണോ മൂട്ടിച്ചിട്ട് കിടക്കുക. പിശാചേ, നീ ഈ പണിയൊക്കെ യേശുവിന് വേണ്ടി ചെയ്തില്ലടാ. ആമേൻ. പുള്ളി മാറിയിരുന്ന് ചിരിയാ. യേശുവിനെ മനസ്സിലായി, രക്ഷിക്കാൻ ജാമ്യം എടുക്കാൻ ആരും വരുന്നില്ല. ഒരു കാര്യം ഉറപ്പായി, ഞാൻ മരിക്കും. മരണത്തെ പേടിയില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ സമയമാകുമ്പോൾ ഒരു പേടി വരും. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? അവിടെ ചിലരുടെ സ്വോത്രം അങ്ങ് സ്റ്റോപ്പായിപ്പോയി. കാരണം എന്നാ? ഞാനിതൊക്കെ പറഞ്ഞതാണല്ലോ പാസ്റ്ററെ. ചില സമയമാകുമ്പോൾ വല്ല മരുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും. എന്നാതിനാ? രക്ഷപ്പെടാൻ. ഒരു ഹല്ലേലൂയ അവിടെ പറഞ്ഞേ. ആമേൻ. അപ്പോൾ പേടിയില്ലെന്ന് പറഞ്ഞാൽ അവസാനം ചിലപ്പോൾ പേടി വരും. എന്നാൽ ഈ നമ്മൾ പേടിയല്ല. നമ്മുടെ എന്ത് വേണമെങ്കിലും നമുക്ക് മാറ്റിവെക്കാം. കണ്ണ് മാറ്റിവെക്കാം പറ്റൂലേ? മാറ്റിവെക്കാം. കിഡ്നി മാറ്റിവെക്കാം പറ്റൂലേ? കിഡ്നി മാറ്റിവെക്കാം. ഹാർട്ട് വേണമെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. കരൾ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ മാറ്റിയൊക്കെ വയ്ക്കാം. ആമേൻ. കിട്ടിക്കഴിഞ്ഞാൽ മാറ്റാം. രക്തം മാറ്റിവെക്കാൻ പറ്റത്തില്ലേ? രക്തം മാറ്റിവെക്കാൻ പറ്റും. പലതും ശരീരത്തിൽ മാറ്റിവെക്കാൻ പറ്റും. ആത്മാവിനെ മാറ്റിവെക്കാൻ പറ്റുമോ? അയ്യോ, ഈ സാധനം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. കിഡ്നി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ പരിധിയൊക്കെ കഴിയും. ആത്മാവിൻ്റെ പരിധി കഴിഞ്ഞപ്പോൾ കിഡ്നി കൊണ്ട് പ്രയോജനമില്ല. ഒരു ഹല്ലേലൂയ ഇവിടെ പറഞ്ഞില്ല? ആമേൻ. ആത്മാവിനെ മാറ്റിവെക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി ശ്രദ്ധിച്ചേക്കണം. ഈ സാധനത്തെ മാറ്റിവെക്കാൻ പറ്റത്തില്ല. കാരണം ഇത് പോവാതിരിക്കാനാണ് ഇവിടെ കിടന്ന് പെടാപ്പാട് ചെയ്യുന്നത്. ആമേൻ. ഇത് പോണം എന്നൊക്കെ പറയുന്നതൊക്കെയാണ്. പക്ഷേ ഇത് പോവാതിരിക്കാനാണ് നമ്മൾ ഇവിടെ കിടന്ന് തത്രപ്പാട് ഉണ്ടാക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ക്രൂശിമേ കിടന്നപ്പോൾ ഒരു കള്ളന് ഭയങ്കര പേടി. കർത്താവേ, ഞാൻ ഇപ്പം മരിക്കും, നീ ആദ്യം രക്ഷപ്പെട്ടിട്ട് എന്നെയും കൂടെ ഒന്ന് രക്ഷിക്കുക പറഞ്ഞില്ലേ? പുള്ളിക്കാരന് ഭയങ്കര പേടിയാ. ഞാൻ ഇപ്പം മരിക്കും, അതുകൊണ്ട് നീ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ആളല്ലേ, നീ അത് ചെയ്ത ആളല്ലേ, ഒരു കാര്യം ചെയ്യും, നിന്നെയും രക്ഷിച്ചിട്ട് എന്നെയും കൂടെ. നിന്നെ രക്ഷിക്കാതെ എന്നെ രക്ഷിക്കത്തില്ല എനിക്കറിയാം, അതുകൊണ്ട് നീ നിന്നെ രക്ഷിച്ചിട്ട് എന്നെയും കൂടെ. ഹല്ലേലൂയ. ഒന്നും മിണ്ടിയില്ല കർത്താവ്. നിന്റെ പരിപാടിയൊക്കെ കൊള്ളാം, അവസാന സമയത്ത് ഇവിടെ കിടന്നോണ്ട് ആമേൻ വീരവാദം മുഴക്കുവാണ് അല്ലേ? യേശു ഒന്നും മിണ്ടിയില്ല. അടുത്ത അപ്പുറത്തേക്കെല്ലാം പറഞ്ഞു, കർത്താവേ മരിക്കുന്ന കാര്യം ഉറപ്പാ, ഇപ്പോൾ എനിക്കൊരു മാനസാന്തരം വന്നേ, ഞാൻ മരിച്ചോളാം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ രാജ്യത്വം പ്രാപിച്ചു വരുന്നൊരു ദിവസമുണ്ട്, അന്ന് എന്നെയും കൂടെ ഒന്ന് ഓർക്കണേ. പുള്ളിക്കാരന് മനസ്സിലായി ഇവിടെ ചെയ്ത പാപത്തിൻ്റെ ഫലം പുള്ളി സ്വീകരിക്കാൻ റെഡിയാ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നാട് ആ രാജ്യത്വം പ്രാപിച്ചു വരുന്നതുവരെയൊന്നും കാത്തിരിക്കണ്ട, ഇവിടം വിട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ പോകുന്നിടത്ത് നിന്നെയും കൂടെ കൊണ്ടുപോവാ.
ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. ആമേൻ. മരണത്തെ പേടി. എന്നിട്ട് കർത്താവ് എന്നാ പറഞ്ഞേ? ഇപ്പൊ ഒരു കള്ളന് ഭയങ്കര പേടി മരണം. കർത്താവ് എന്നെ മരിക്കാതാക്കണേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ, ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങൾ ആ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ അവസാനത്തെ വാക്ക് അല്ലെങ്കിൽ മരണത്തിന്റെ അവസാനത്തെ മൊഴി നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ തൻ്റെ പ്രാണനെ ആരുടെ കൈ കൊടുത്തു? ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചെന്നാ പറയുന്നേ. വായിച്ചിട്ടുണ്ടോ വാക്യം? പിതാവേ, എൻ്റെ പ്രാണനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞ ബൈബിളെടുത്ത് വായിച്ചു നോക്കിയത് ഈ സാധനം എൻ്റെ തൊണ്ട. ആമേൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല, ഉണ്ടോ? ബാക്കി എന്നാ കൊടുക്കാൻ റെഡിയാ, ഈ സാധനം മാത്രം നമ്മൾ കൊടുക്കൂല. ഇത് കൊടുക്കാതിരിക്കാൻ വെന്റിലേറ്ററിനകത്ത് വരെ വെച്ച് 2-3 ദിവസവും കാക്കും. എന്തിന്? എങ്ങനെയെങ്കിലും തിരിച്ചു വരണം. ഈ ആത്മാവ് വന്നാലേ കിഡ്നി പ്രവർത്തിക്കത്തുള്ളൂ, ഈ ആത്മാവ് വന്നാലേ ഹാർട്ടും പ്രവർത്തിക്കത്തുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിലും ശരീരത്തിന് നിൽക്കാൻ പറ്റത്തുള്ളൂ. അവൻ ആശുപത്രി കൊണ്ടുപോയാൽ പറയും ഇത് മാത്രം പിടിച്ചെടുത്താൻ പറ്റില്ല, മാക്സിമം ശ്രമിക്കാം. നിങ്ങളും പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനെ ആമേൻ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. കാരണം നമുക്ക് ഭയമാ, ഇത് പോയാ പിന്നെ ആമേൻ നമ്മൾ എഴുന്നേക്കത്തില്ല. പക്ഷെ യേശു എന്നാ പറഞ്ഞ്? പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. ഇങ്ങനെ പറഞ്ഞ ഒരുത്തനും ഇല്ല ലോകത്തിൽ. പറഞ്ഞ ഒരുവനുണ്ടെങ്കിൽ അത് നസ്രായനാ. അതിൻ്റെ അർത്ഥം പേടിയില്ല. ഞാൻ വന്നത് ചിലത് നിവർത്തിക്കാനാ. അത് നിവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി അവസാനിപ്പിച്ച് അങ്ങോട്ട് കയറാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ക്രൂശിൽ കിടക്കുമ്പോൾ പിശാച് ചിന്തിച്ചത് യേശു ഭയം നിന്ന. ഇത് ഭയമല്ല. യേശു പറഞ്ഞു എൻ്റെ ആത്മാവിന് വിടാൻ എനിക്ക് പേടിയില്ല, ഞാനതിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. Glory to Jesus. ശ്രദ്ധിക്കുക, ഈ ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ യേശുവിന്റെ ശരീരത്തിന് ജീവനില്ല. Glory to Jesus. എല്ലാവർക്കും അറിയാം, അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറയുടെ അകത്ത് എന്ത് ചെയ്തു? യേശുവിനെ അടക്കി. വലിയ കല്ല് വെച്ച് 3 ദിവസം കാവൽക്കാരൻ നിർത്തി കാത്തു. ബൈബിൾ പറയുന്നു അവിടം കൊണ്ട് തീർന്നില്ല. ആമേൻ. ഇമ്പീരിയൽ മുദ്ര കല്ലിന്റെ പുറത്തു വെച്ചു, ആരും തുറക്കരുത്. ഹല്ലേലൂയ. ഇത്രയൊക്കെ ചെയ്യുമ്പോ ആമേൻ നാടും വീടും ലോകവും ചിന്തിച്ചു ഇനി യേശു പുറത്തു വരികയില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുക, ആരും ആമേൻ തടഞ്ഞാലും യേശുവിന്റെ പ്രവൃത്തിയെ തടയാൻ പറ്റത്തില്ല. ഏത് അധികാരി വിചാരിച്ചാലും യേശുവിന്റെ പ്രവൃത്തിയെ തടയാൻ പറ്റത്തില്ല. ഇന്നു രാത്രി ഞാൻ നിങ്ങളോട് പറയാം, 3-ാമത്തെ ദിവസം ആമേൻ എൻ്റെ കർത്താവ് മരണത്തെ ജയിച്ചുകൊണ്ട് ആമേൻ അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് എഴുന്നേറ്റ് വന്നെങ്കിൽ ഇന്നു രാത്രി ഞാൻ പറയും, പിശാച് ഞെട്ടിയ ഒരു ദിവസം. ഞാൻ മരണം കൊടുത്ത ആരും എഴുന്നേറ്റിട്ടില്ല, പക്ഷെ ഒരുവൻ മരണത്തെ ജയിച്ചെഴുന്നേറ്റെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ കയ്യിലുള്ള അധികാരത്തെക്കാൾ വലുത് അവന്റെ കയ്യിലുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി നിങ്ങളോട് സംസാരിക്കുന്നു. വലിയ അധികാരം യേശുവിന്റെ കയ്യിലുണ്ടോ? ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാൻ പറ്റുമോ? മത്തായി സുവിശേഷം 28 ആമേൻ 18-ാമത്തെ വാക്യം ജസ്റ്റ് ഒന്ന് വായിച്ചേ. കർത്താവിന് വല്ല അധികാരവും ലഭിച്ചോ ഇല്ലയോ എന്നുള്ളത് ആ വേദപുസ്തകത്തിനകത്ത് കിടക്കുന്നുണ്ട്. ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 28 അതിൻ്റെ 18-ാമത്തെ വാക്യം. യേശു അടുത്ത് ചെന്ന, ഈ വാക്യം ശ്രദ്ധയോടെ കേൾക്കണം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യെശയ്യാവ് 700 വർഷം മുമ്പ് വിളിച്ചു പറഞ്ഞത് ആധിപത്യം അവന്റെ തോളിൽ വരും. 30-ാമത്തെ വയസ്സിൽ യേശുവിന്റെ അടുക്കൽ സാത്താൻ വന്നേച്ചു പറഞ്ഞു, കുമ്പിടാമെങ്കിൽ കുറച്ച് തരാം. തമ്പുരാൻ പറഞ്ഞു, എനിക്ക് കുറച്ചൊന്നും വേണ്ട, മൊത്തം വേണം. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയൊക്കെ വേണം പ്രാർത്ഥിക്കാൻ. കർത്താവെ കിട്ടുവാണെങ്കിൽ എനിക്ക് വേണം. ചിലത് ചെയ്യാൻ തക്കവണ്ണമുള്ള അതോറിറ്റി വേണം.
ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടാനല്ല, ചിലത് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും അവൻ ചിലതൊക്കെ ദേശത്തിന്റെ നടുവിൽ ചെയ്യാൻ എനിക്കും അത് വേണമെന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ പറയാ, എന്റെ ദൈവം നിനക്കത് തരും. ഗ്ലോറി ടു ജീസസ്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഇതിനകത്ത് യേശു പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും. ഒന്ന് ചിന്തിച്ചു നോക്കാം. എടാ, പിശാച് എന്നാ പറഞ്ഞ് 40 ദിവസം ഉപവാസന്റെ ഇടയിൽ വന്നിട്ട് പറയാ, പർവ്വതത്തിന്റെ മുകളിൽ കയറ്റി നിർത്തി പറഞ്ഞു, ലോകവും ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അതിന്റെ മഹത്വങ്ങളെയും കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടുള്ള എല്ലാ അധികാരങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടടാ, അല്ലേ? ഒന്നുകൂടെ പറഞ്ഞ, ഭൂമിയിലുള്ള പല അധികാരങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ട്. വിവരിപ്പാൻ സമയമില്ല. ഇല്ല, അവൻ കള്ളനാ, അവൻ പൊട്ടനാ. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേട്ടോണോ, അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കരുത്, അവൻ പറഞ്ഞെന്നേ ഉള്ളൂ. പോട്ടെ, കാരണം പ്രമാണമല്ല അപ്പൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഗ്ലോറി ടു ജീസസ്. ഭൂമി ഉണ്ടാക്കിയവൻ്റെ കയ്യിലല്ലേ പ്രമാണം കാണത്തുള്ളൂ. ഇതുവരെ വെട്ടേറ്റ് വീണവൻ്റെ കയ്യിൽ ഇവിടെ ആളില്ലാതെ കിടന്നപ്പോൾ പുള്ളി ഫുട്ബോൾ കളിക്കാൻ കയറിയതാ. എന്നിട്ട് പുള്ളി ഇപ്പം പറയുന്നത് എൻ്റെ വകയാന്ന്. നടക്കത്തില്ല. സംഗതി പിടിയിട്ടില്ല. നിങ്ങൾക്ക് അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ആമേൻ. ആളില്ലാതെ കിടന്നപ്പോ പുള്ളി ഫുട്ബോൾ കളിക്കാൻ കയറിയതാ. അന്നേരം ആരും വരട്ടിയില്ല. അപ്പൊ പുള്ളി പറഞ്ഞു ഇതല്ല എൻ്റെ വകയാ. ചിലര് പഴയ ആൾക്കാരുണ്ട്, ഇതിനിപ്പോൾ ആരുമില്ല, ഇപ്പൊ വെട്ടിപ്പിടിക്കാൻ പോയാ അടി കിട്ടും. പണ്ട് അപ്പൂപ്പന്മാരൊന്ന് ആലോചിച്ച് നോക്ക്, എവിടെല്ലാം വെട്ടിപ്പിടിച്ച കഥകളുണ്ട് നമുക്ക്. ഒരു എല്ലിയെ പറഞ്ഞേ ഇല്ലേ, അപ്പൂപ്പൻ്റെ കാലഘട്ടം ചിന്തിച്ച് നോക്ക്, എവിടെല്ലാം വെട്ടിപ്പിടിച്ചിട്ടുണ്ട്. എവിടെല്ലാം ആളില്ലെന്നേ പണ്ട് താമസിക്കാൻ. അതുകൊണ്ട് അവിടെ കൊണ്ടൊരു കല്ല് വെച്ചു പറയും ഇതല്ല എൻ്റേതാ. ഇപ്പുറത്ത് കൊണ്ടൊരു കല്ല് വെച്ചു പറയും ഇതെല്ലാം ഞങ്ങളുടേതാ. ആമേൻ. ഇന്ന് രാത്രി ശ്രദ്ധിച്ചേക്കണേ, ഇന്ന് കല്ല് വയ്ക്കാൻ പോവല്ലേ, നിങ്ങളുടെ പുറത്ത് പുള്ളി കല്ല് വെച്ച് കളയും. ഒരു ഹാലലിയോടെ പറഞ്ഞില്ല നിങ്ങൾ. ആമേൻ. ശ്രദ്ധിച്ച് കേൾക്കണം. പണ്ട് ഇതുപോലെ സാത്താൻ വന്നപ്പോൾ ആരും കണ്ടില്ല, ഒന്ന് പുള്ളി കയറി അങ്ങ് രാജാവായതാ. അതുകൊണ്ടാണ് യേശുണ്ടോ പറഞ്ഞു എല്ലാം നിനക്ക് തരാം. തമ്പുരാൻ പറഞ്ഞു എടാ പൊട്ട, നിനക്കറിയത്തില്ല, എനിക്കറിയാം. ഇതിന്റെ പ്രമാണം നിന്റെ കയ്യിലില്ല, ഇതിന്റെ കരം തീരുവ നിന്റെ കയ്യിലില്ല, ഇതങ്ങ് മേലിലാ. ഞാൻ വന്നത് അവിടെ നിന്നാ, ഞാൻ ഇത് ഒറിജിനൽ കണ്ടിട്ടാ വരുന്നേ, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് എന്നെ നീ പേടിപ്പിക്കരുത്. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നീ തരുന്നത് എനിക്ക് വേണ്ട, എനിക്കുള്ള അധികാരം വേറെ ഉണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാ, ഇവിടെ കാണുന്ന ചെറുതിന്റെ മുമ്പിൽ നീ വീഴരുത്. സ്വർഗം നിനക്ക് വ്യക്തമായൊരു അതോറിറ്റി സ്വർഗം നിനക്ക് തരാം. അന്ന് പിശാച് പറഞ്ഞത് ഭൂമിയിലെ അധികാരം നിനക്ക് തരാം. പക്ഷെ യേശു വെയിറ്റ് ചെയ്തു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാരൊക്കെ പറയുന്നു, ചിലതിന്റെ മുമ്പിൽ അങ്ങ് വീണ് കൊടുക്കാതെ നീ നിൽക്കാൻ റെഡിയാണെങ്കിൽ അവൻ ഓഫർ ചെയ്തതിന്റെ ഇരട്ടി തരാൻ എന്റെ ദൈവം ശക്തനാ. അവൻ ഭൂമിയിലുള്ളത് തരുമെങ്കിൽ നിനക്ക് സ്വർഗത്തിലുള്ളത് കൂടെ. എത്ര പേരുണ്ടെന്ന് രാത്രി വിശ്വസിക്കാൻ? ആരുടെയൊക്കെ ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാണ്. അവൻ ഇവിടെയുള്ള എന്തൊക്കെയോ ഓഫർ ചെയ്തെങ്കിൽ നീ ദൈവ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാണെങ്കിൽ നിനക്ക് ഇവിടെ ഉള്ളത് മാത്രമല്ല ഉയരത്തിലുള്ളത്. നിനക്ക് ഭൂമിയിലുള്ളത് മാത്രമല്ല ഉയരത്തിന്റെ അതോറിറ്റി. ഇന്ന് രാത്രി ആർക്കൊക്കെ ദൈവം റിലീസ് ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി പിശാച് ഇവിടുള്ള ചിലത് തരാമെന്ന് പറയും. ബ്രദറെ വേണ്ടെന്ന് പറ, അവനോട് പോവാൻ പറ. ഇന്ന് രാത്രി ഇവിടുള്ളതല്ല, അവൻ മരിപ്പിച്ചാൽ മരണത്തിനപ്പുറം ചിലതിനെ തിരിച്ചു പിടിക്കേണ്ട ഒരു സ്പെഷ്യൽ അതോറിറ്റി. ഇന്ന് രാത്രി ദൈവാത്മാവ് അവരോടൊക്കെ പറയുന്നു, പ്രതീക്ഷിക്കാത്ത ചില അതോറിറ്റികൾ നമ്മുടെ കയ്യിൽ വരാൻ പോവാ. പ്രതീക്ഷിക്കാത്ത ചില അതോറിറ്റികൾ. മരണം വരെ പിശാചിന് അറിയാമോ, അതിന്റെ അപ്പുറം ദൈവം നിന്റെ കരത്തിലോട്ട് തരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആളുണ്ടോ? അതിനപ്പുറത്ത് ചിലത് നിന്റെ കരത്തിലേക്ക് തരുമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഇന്ന് രാത്രി ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാ ദൈവം. പലർക്കും പിടികിട്ടാത്തത്, വൈദ്യശാസ്ത്രത്തിനും അപ്പുറം, മരുന്നുകൾക്കും അപ്പുറം എന്റെ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ഈ രാത്രി നിറയട്ടെ. ചില ശരീരങ്ങളിലേക്ക് ദൈവശക്തി പകരട്ടെ.
ആത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയുക, ഇവിടെ 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 ചിലതൊക്കെ കാണിച്ച് നിന്നെ എവിടേക്ക് മുട്ടുമടക്കിപ്പിക്കാൻ പിശാച് ശ്രമിച്ചെങ്കിൽ നീ വെയിറ്റ് ചെയ്യ. നിനക്ക് ലഭിക്കാൻ പോകുന്നത് അവന്റെ കയ്യിലിരിക്കുന്ന ചിലതിന്റെ മുനയൊടിക്കാൻ, അവൻ വലിച്ചു കൊണ്ടുപോയ ചിലതിന് തിരിച്ചു വലിക്കാൻ കരുത്തുള്ള ഒരഭിഷേകം. ദൈവശക്തി വരിക. ദൈവമകത്വം വെളിപ്പെടുന്നു ഈ അഭിഷേകത്തിന്റെ ശരീരങ്ങളിലേക്ക്. തീ പോലെ തീ പോലെ തീ പോലെ പിടിച്ചൊതുക്കാൻ കഴിയാത്ത ദൈവശക്തി. മരിച്ചതിനെ ഉയർപ്പിക്കാൻ തക്കവണ്ണം ഒരു അതോറിറ്റിയെ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗം റിലീസ് ചെയ്യുന്നു. സ്വീകരിക്കാൻ മനസ്സുള്ളവരെ സ്വീകരിക്കുക. ഈ രാത്രി അതോറിറ്റി വെളിപ്പെടാൻ പോവുക. അതോറിറ്റി വെളിപ്പെടാൻ പോവുക. അതോറിറ്റി വെളിപ്പെടാൻ പോവുക. എവിടേക്കോ നീ വീട് കൊടുക്കാതെ ദൈവ സന്നിധിയിൽ പിടിച്ചു നിന്നെങ്കിൽ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, പിശാച് തരാത്ത, അവന് തരാൻ കഴിയാത്ത ചിലത് ഈ രാത്രി come on, take the fire. നിറയുക ഉടകബല ശബ്ദന റീഗൽ പ്രൗഢിബിരിയ അർജുന രക്ഷസ്കമന റീബൽ കമനഗഡക വൈഡം ജനാധര റീഗൽ പ്രൗഢിബിരിഗഡക അന്തൽ കമനഗഡകസി. യേശുവിന്റെ നാമം ജയ. ഇന്ന് രാത്രിയിൽ ആ മഹത്വം വെളിപ്പെടുന്ന രാത്രി. തൊടുകാണേ കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരിക, വലിയ മഹത്വം ഇറങ്ങി വരിക. ഇന്ന് രാത്രി ആധിപത്യം യേശുവിന്റെ തോളില. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് 3.5 വർഷത്തിന്റെ ശുശ്രൂഷയുടെ ഒടുവിൽ എന്റെ കർത്താവ് ജയാളിയായി വന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ ഇന്നൊരു രാത്രി സ്വർഗം പറയും, നിവർത്തിക്കാൻ വന്നവൻ നിവർത്തിക്കും. In mighty name of Jesus, Holy Spirit, Hallelujah. ചിലത് നിവർത്തിക്കാൻ സമയമായി. ചിലത് നിവർത്തിക്കാൻ സമയമായി. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് നിവർത്തിക്കാനുള്ള സമയമാണ്. പ്രവാചകന്മാർ മറിച്ചു വച്ചുപോയത് ഏറ്റെടുക്കാനും നിവർത്തി വായിച്ചതിന് തലമേൽ വഹിപ്പാനും കരുത്തുള്ളവരാരൊക്കെയോ ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അകത്തും പുറത്തും ഇരിക്കുന്ന ദൈവജനത്തോട് ഇന്ന് രാത്രി സ്വർഗം പറയുക, മുന്നേ വന്ന പ്രവാചകന്മാർ പലരും വിട്ടേച്ചു പോയത് കഴിയാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഒരു ദൂത് ദൈവം നിന്നോട് പറയുന്നു, അടുത്ത ദൈവം കാണുന്നത് നിന്നെയാ. അടുത്ത ദൈവം കാണുന്നത് നിന്നെയാ. വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തിയോടെ പറയുന്നു, 2025 പ്രവാചകന്മാരും അഭിഷിക്തന്മാരും മറിച്ചു വച്ചുപോയ ഈ പുസ്തകത്തിന്റെ അകത്തുള്ള ചില പ്രവചനങ്ങൾ നിന്നിലൂടെ വെളിപ്പെടുവാൻ തൊടുകാണ്. അസാധാരണമായൊരു തീ ചില ശരീരങ്ങളിലേക്ക് വെളിപ്പെടാൻ പോവുക. തീ വെളിപ്പെടാൻ പോവുക. പിടിച്ചൊതുക്കാൻ കഴിയാത്ത ദൈവശക്തിയുടെ പരിവർത്തനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി മഹത്വം വെളിപ്പെടും.
മഹത്വം വെളിപ്പെടും. നിന്റെ തോളിൽ ആധിപത്യം വരും. കാരണം നീ സേവിക്കുന്ന യേശു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല അധികാരങ്ങളും ഉള്ളവനാകയാൽ യേശു നിനക്ക് അധികാരം തരുന്നത് അല്പമായിട്ടല്ല, ചിലത് വലിയത് ചെയ്യാം. ഈ പട്ടണത്തിനകത്തും അങ്ങനെയുള്ള അത്ഭുതങ്ങളെ ചെയ്യാൻ കരുത്തുറ്റ അഭിഷിക്തന്മാരും അഭിഷിക്തകളെയും സ്വർഗം എഴുന്നേൽപ്പിക്കാൻ പോവുക. ഇന്ന് രാത്രി മഹത്വം ചലിക്കുന്ന രാത്രി, ആരുടെക്ക് മേൽ ദൈവശക്തി വെളിപ്പെടാൻ പോവാ. എന്തോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, നിന്നെ പേടിപ്പിച്ച പിശാച 2025 ഭയക്കുവാൻ തക്കവണ്ണം ഇതിനകത്ത് നിന്റെ മേൽ വലിയ അഭിഷേകത്തിന്റെ പകർച്ച സ്വർഗം റിലീസ് ചെയ്യാൻ പോവാ. വിശ്വസിക്കുന്നവന്റെ മേൽ ഈ അഭിഷേകത്തിന്റെ ദൈവശക്തിയുടെ പകർച്ച ഈ രാത്രിയിൽ സംഭവിക്കുന്നു. പിടിച്ചൊതുക്കാൻ കഴിയാത്തൊരു അഗ്നി ശമനം ചാര തല മുതൽ കാല് വരെ ഈ അഭിഷേകം. Receive fire. നിറയട്ടെ. ഇന്ന് രാത്രിയിൽ ചിലതിനൊക്കെ പിടിക്കാൻ ഇന്ന് രാത്രി ഒരു സ്പെഷ്യൽ അഭിഷേകം നിങ്ങളുടെ മേൽ റിലീസാകുന്നു. നിറയട്ടെ. നിന്നെ ഭയക്കുന്ന, നിന്നെ പേടിപ്പിക്കുന്ന ചിലതിനെ ഈ സീസണിൽ തിരിച്ചു പിടിക്കാൻ അസാധാരണമായ മഹത്വം. രാത്രി സ്വർഗം നിറയ്ക്കുവാ ഇതിനകത്ത്. നിറയട്ടെ. മഹത്വം നിറയട്ടെ. നിറയപ്പെടാൻ പോവുക. ഒരു സാധാരണക്കാരനല്ല, എക്സ്ട്രാ ഓർഡിനറി പവർ.
പൈശാചിക മണ്ഡലങ്ങളെ ഭയക്കാത്തൊരു ജനറേഷൻ. ഓ ഓ ഓ ലാമാനാഷേ റീകാ ബാഷകേനി റീബൽ ഖമനഗഡകം റീബ ശമനഗഡകം. ഓ പൈശാചിക മണ്ഡലങ്ങളെ ധാരാവത്തിക്കാൻ തൊടുവാണ് തൊടുവാണ് തൊടുവാണ്. വലിയ ദൈവശക്തി നിന്റെ മേൽ ദൈവം ഇടുക സിസ്റ്ററെ. വലിയ ദൈവശക്തി ഇടുക. കുടുംബത്തിനകത്ത് ചില മിറക്കലുകൾ നടക്കാൻ സമയമാണ്. അവന്റെ കയ്യിലല്ല അതോറിറ്റി. ഇന്ന് രാത്രി സ്വർഗം നിങ്ങളുടെ കയ്യിലേക്ക് ചിലത് തരാൻ പോവുക. പ്രാർത്ഥിച്ചോ. നിറയുവാണ് നിറയുവാണ്. ഒരു വലിയ മഹത്വം നിന്നിലേക്ക്. തൊടുക എന്ന് രാത്രി മഹത്വം തൊടുക. Receive the power. Oh, in name of Jesus. മഹത്വം ഇന്ന് രാത്രി ചലിക്കുന്നു. മഹത്വം ഇന്ന് രാത്രി ചലിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ പല പ്രവാചകന്മാരും എടുക്കാൻ കഴിയാതെ വന്ന പലരും എടുക്കാൻ കഴിയാതെ മാറ്റിവെച്ച ആ വാക്യത്തിന് ഇത്രയും പവർ ഉണ്ടായിരുന്നു ബ്രദറെ. ഓ, ഈ ആധിപത്യം വെറുമുള്ള ആധിപത്യമല്ല, ഇത് സ്വർഗത്തിന്റെ അധികാരം കൂടെയാ. അതിന്റെ അർത്ഥം ഒരുവന്റെ ആത്മാവ് അങ്ങോട്ട് പോയാൽ അവിടുത്തെ അധികാരം നിന്റെ കയ്യിൽ വന്നാൽ അതിനെ തിരിച്ചു വിളിക്കാൻ യായിറോസിന്റെ വീട്ടിൽ യേശു തെളിയിച്ചതാ. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ മേൽ ദൈവം തരുന്ന അതോറിറ്റി. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. ഇതിനകത്ത് പിടിക്കാൻ പറ്റുവാണെങ്കിൽ ഈ വചനത്തെ പിടിക്കണം. സഭാപ്രസംഗി വിളിച്ചു പറയുന്നു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ ആത്മാവ് എങ്ങോട്ട് പോകും? അത് നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക്. ഈ ഭൂമിയിലെ എല്ലാം എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ സാത്താൻ ഒരുത്തന്റെ ആത്മാവിനെങ്കിലും മടക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. കാരണം ഇവിടം വിട്ടുപോയാ പിന്നെ അവന്റെ കയ്യിലില്ല. പക്ഷെ നസ്രത്തുകാരൻ വന്നിട്ട് യായിറോസിന്റെ വീട്ടിൽ നിന്നേച്ച് പറയുക, ഈ ബാലികയോട് എഴുന്നേക്കാൻ പറയുമ്പോ അവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് ഇങ്ങനെയാ, അവളുടെ ആത്മാവ് മടങ്ങി വന്നു. ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുക. അതിന്റെ അർത്ഥം ആത്മാവത് നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് എന്ന് പറഞ്ഞാൽ ഉയരത്തിലേക്ക് പോകും. അവിടെ കയറി തിരിച്ചു വിളിക്കാൻ ഇവിടുള്ളവൻ അധികാരം ഇല്ല. പക്ഷെ നസ്രായൻ വിളിച്ചപ്പോൾ മടങ്ങി വന്നെങ്കിൽ അതിന്റെ അർത്ഥം അവിടുത്തെ അധികാരം അവന്റെ കയ്യിൽ. വിശ്വസിക്കാൻ പറ്റുന്നൊരു ഇന്ന് രാത്രി സ്വീകരിച്ചോ? യേശു തരുന്ന അധികാരം നിന്റെ മേൽ. Yes, 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 yes. 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 മരണക്കിടക്കയിൽ കിടക്കുന്ന ചിലതിന് നീ വിളിച്ചാൽ ചിലത് പുറത്ത് പുറത്തു വരും 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 പുറത്തു വരും. പുറത്തു വരും. നാവിന്റെ മേൽ അതോറിറ്റികൾ.
വരും, പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും. ഓ, കിടരോഗികളുടെ കിടക്കയുടെ അടുക്കൽ ചെന്നു നിന്നാൽ സ്വർഗം പറയുന്നു, ഓ ഓ ഓ, യെസ്, അസാധാരണമായ ദൈവപ്രവർത്തികൾ. ഗ്ലോറി, 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 ഗ്ലോറി. ഉയർത്തെഴുന്നേറ്റിട്ട് യേശു എന്ന് പറഞ്ഞ വാക്ക സ്വർഗത്തിലും ഭൂമിയിലും കുറച്ചല്ല, സകല അധികാരവും. നമുക്ക് കൈമാറിയ പുള്ളി പറയുക കുറച്ചല്ല, ഫുൾ ഉണ്ടെന്ന. ആ കർത്താവ് നമുക്ക് തരുന്നേ. കയ്യിലുള്ളവൻ നമുക്ക് തന്നാൽ അതേ അധികാരം, അതേ അതോറിറ്റി, അതേ അതോറിറ്റി. ഇനി എന്റെ ചിന്തയിലൊരു കാര്യം കൂടെ ഞാൻ പറയാം. യോഹന്നാൻ സുവിശേഷത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതല്ല, ഞാൻ ചെയ്തതിലും അധികം. വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് രാത്രി അസൂയയില്ലാതെ എന്റെ യേശു പറയുക, ഞാൻ ചെയ്തതിലും അപ്പുറം. അധികം ചെയ്യാൻ, അധികം ചെയ്യാൻ, അധികം ചെയ്യാൻ ഇന്ന് രാത്രിയിൽ ചിലത് നിനക്ക് വേണ്ടി എവിടേക്കോ ആത്മാവ് തൊടുന്നു. അതൊരു അഹങ്കാരമല്ല ബ്രദറെ, അത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. യേശു ചെയ്തതിലും അധികം. ഓയ്യോ, കൊതിയുണ്ടോ? കൊതിയുണ്ടോ? യേശുവിന്റെ കൂടെ നിന്ന് പത്രോസ് ചെയ്തെങ്കിൽ നമ്മളും ചെയ്യും. നിങ്ങൾ പുതിയ നിയമത്തിനകത്ത് എവിടെയെങ്കിലും, സോറി, 4 സുവിശേഷത്തിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ യേശുവിന്റെ നിഴല് തട്ടിയിട്ട് രോഗി സൗഖ്യമായെന്ന്? നോ, നോ. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലില്ല. യേശുവിന്റെ നിഴല് തട്ടിയപ്പോൾ രോഗി സൗഖ്യമായെന്ന് മത്തായിലില്ല, മാർക്കോസിലില്ല, ലൂക്കോസിലില്ല, യോഹന്നാൻ. പക്ഷെ അപ്പോസ്തലനോട് വായിച്ചാൽ അറിയാം, പത്രോസ് നടന്നു പോയപ്പോൾ നിഴല് തട്ടിയപ്പോ രോഗികൾ ചാടി എഴുന്നേറ്റെങ്കിൽ ഇന്നു രാത്രിയിൽ സീസൺ മാറുന്നു. ചിലതിന്റെ മേൽ ഈ അഭിഷേകത്തിന്റെ പകർച്ച. തൊടുകാണ്, തൊടുകാണ്. ലൈവിലും അകത്തും പുറത്തും ഒക്കെ ഇരിക്കുന്നവർ പ്രാർത്ഥിച്ചോണം. വലിയ ഇമ്പാർട്ടേഷൻ പരിശുദ്ധാത്മാവ് കൈമാറും. ഈ സീസൺ 2025 ഉണർവ് തെക്കു നിന്ന് ആരംഭിക്കുമെങ്കിൽ ഇതുപോലുള്ള അത്ഭുതങ്ങളിലൂടെ, ഇതുപോലുള്ള മിറക്കിളിലൂടെ ദൈവം ചിലത് ചെയ്യാം. നിവർത്തിക്കും. മറിക്കാനല്ല വന്നത്, കീറാനല്ല വന്നത്, നീക്കാനല്ല വന്നത്. പറ, ഞാൻ നിവർത്തിക്കും ചിലത്, ഞാൻ ചിലത് നിവർത്തിക്കും. പറ, ഇന്ന് രാത്രി പറ. പിശാച് പറയും, നിന്റെ അപ്പൂപ്പനെ കൊണ്ട് പറ്റിയില്ല, നിന്റെ അപ്പനെ കൊണ്ട് പറ്റിയില്ല, നിന്നെ കൊണ്ടും പറ്റത്തില്ല. തിരിച്ചു പറ, ഞാൻ നിവർത്തിക്കും. അപ്പൂപ്പൻ മടക്കി വെച്ചത്, അപ്പന്മാർ മടക്കി വെച്ചത് ഞാൻ നിവർത്തിക്കും. പട്ടണത്തെ പിടിക്കേണ്ട അഭിഷേകം ഇന്ന് രാത്രി ചലിക്കുന്നു ഇതിനകത്ത്. പട്ടണങ്ങളെ പിടിക്കാൻ ഇന്ന് രാത്രി മകത്വം വെളിപ്പെടുക, സാന്നിധ്യം വെളിപ്പെടുകയാ. ദേശം ഇളകണം. പുതിയ നിയമത്തിൽ ലൂക്കോസിൽ ഇങ്ങനെ വായിക്കുന്നു, യേശു നഗരത്തിൽ കാലുവച്ചപ്പോൾ നഗരം മുഴുവനും ഇളകി. എന്തോ
കർത്താവ് തരുന്ന വാക്ക് ഞാൻ എടുത്തു പറയുക. ഉണർവ് സംഭവിക്കുമ്പോൾ അങ്ങനാകും. ഒന്നും മിണ്ടിയില്ല യേശു. കഴുതപ്പുറത്തിരുന്ന യേശു യെരൂശലേമിന്റെ അതിരിൽ കാല് വച്ചപ്പോ ബൈബിള് പറയുന്നു പട്ടണം മുഴുവനും ഇളകിയെന്ന്. ഇന്ന് രാത്രി സ്വർഗം റിലീസ് ചെയ്യാൻ പോകുന്ന അനോയിന്റിംഗ് പട്ടണങ്ങളെ ഇളക്കുന്ന. വേണ്ടിയവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം. അസാധാരണമായ അനോയിന്റിംഗ്. നിന്റെ കാൽവയ്പുകളിലൂടെ ഇന്ന് രാത്രിയിൽ പട്ടണം ഇളകട്ടെ, ജില്ലകൾ ചലിക്കട്ടെ, സംസ്ഥാനങ്ങൾ ചലിക്കട്ടെ, രാജ്യങ്ങൾ ചലിക്കട്ടെ, ഭൂഖണ്ഡങ്ങൾ ചലിക്കട്ടെ. ഒറ്റ ഒരുത്തൻ എഴിച്ചാ മതി, പട്ടണം ഇളകും. നമ്മളെല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സാധനം അത്. ഒരുത്തം പെട്ടിക്കകത്ത് എഴിക്കണം. എഴിക്കണ്ടേ? എഴിച്ചേ പറ്റൂ. ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ കേരളത്തിന്റെ തെക്ക് നിൽക്കുമ്പോ അങ്ങനെ തന്നെ പറയുക. ഒരാൾ എഴിക്കും, അത് എഴിക്കുന്നത് ഉണർവാകും. യേശുവിന്റെ മഹത്വം പട്ടണങ്ങളെ പിടിക്കുമെന്ന്. അസാധാരണ ഉണർവിന് ചിലര് സാക്ഷ്യം വഹിക്കാൻ പോവുക. പിടിച്ചോടെ ദൈവശക്തിയുടെ പകർച്ച ചില ശരീരങ്ങളെ കവിഞ്ഞൊടുക്കാൻ പോവുക. അസാധാരണമായ ചിലത് ആത്മാവ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പോവുക ബ്രദറെ, ചെയ്യിക്കാൻ പോവുക. വന്നതുപോലെ നീ പോകത്തില്ല. ആമേൻ. നീ പഠിച്ചതല്ല നിന്റെ ലക്ഷ്യം. ഇന്ന് രാത്രി ആത്മാവ് ശക്തമായി പറയുന്നു, നീ ചുമക്കുന്നൊരു അഭിഷേകമുണ്ട്. ഈ അഭിഷേകത്തിനൊരു ലക്ഷ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ സീസൺ അതിന് സാക്ഷ്യം വഹിക്കാൻ പോവുക. പട്ടണങ്ങളുടെ ഹൃദയഭാഗത്ത് അതിനെ സാക്ഷ്യപ്പെടുത്താം. Glory in name of Jesus. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേക്കാം. കിടക്കുന്നവർ കിടന്നോട്ടെ, ബാക്കിയുള്ളവർ എഴുന്നേക്കാൻ പറ്റുന്നവർ എഴുന്നേക്കുക. ഒറ്റ വാക്ക് മാത്രം ഞാൻ പ്രാർത്ഥിക്കും. പുറത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും അകത്തോട്ട് കയറി വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അകത്തോട്ട് കയറി വരാം. അകത്ത് നിൽക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോ. ഈ ലാസ്റ്റ് മൊമെന്റ് ദൈവാത്മാവ് പറയുന്നു, അസാധാരണമായൊരു ഇമ്പാർട്ടേഷൻ ചില ശരീരങ്ങളിലെ മേൽ ദൈവം കൈമാറുന്ന സമയമാണ്. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് പറയാൻ, പക്ഷെ ഞാൻ സമയമില്ലാത്തതെല്ലാം വിടുക. ഒന്നോ രണ്ടോ മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വലിയ ഇമ്പാർട്ടേഷനുകൾ ദൈവം ഡയറക്റ്റായി നിങ്ങൾക്ക് നൽകും. മർക്കോസിന്റെ മാളിക മുറിയിൽ കൈവയ്ക്കാൻ യേശു ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു പാസ്റ്ററുകളുണ്ട്. മർക്കോസിന്റെ മാളിക മുറിയിൽ കൈവയ്ക്കാൻ യേശു ഇല്ലായിരുന്നു. പത്രോസ് തുടങ്ങിയിട്ടില്ല പരിപാടി. 120 പേരെയും കൈവയ്ക്കാൻ സ്വർഗത്തിന് ഒരുമിച്ച് കഴിഞ്ഞെങ്കിൽ ഇന്നു രാത്രി ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ മേൽ ഒരു കൈവയ്പ ഉയരത്തിൽ നിന്ന് സ്വർഗം ഡയറക്റ്റായി ചിലതിന്റെ മേലത് വെളിപ്പെടാൻ പോവാ. ഉയരത്തിലെ കരം നിന്റെ മേൽ വരുന്നു. പിടിച്ചോടെ ദൈവ സാന്നിധ്യത്തെ അതിശക്തമായി ഈ രാത്രി നിങ്ങൾക്ക് റിലീസ് ചെയ്യുന്നു ദൈവം.
Rika laba shekeni. Rimana shekenia. Oh, riateni. Yes, fire. Oh, തൊടുകയാണ്. മഹത്വം തൊടുകയാ. ഇന്ന് രാത്രി മഹത്വം തൊടുകയാ. ഉടവാ ശബ്ദൽ കമല ഘടക. വൈശസ് പ്രൗഢിബിരി ഘടകസി തൊടുക. Oh. Oh. Yes. Oh. Take the anointing. La brashekeni. Raka bashekeni. രാത്രി മഹത്വം തൊടുകയാ. മഹത്വം തൊടുക. ആ സ്വർഗത്തിന്റെ കൈവെപ്പുകൾ ചിലർ ശിരസിലേക്ക് വരിക. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരൊക്കെ പ്രാർത്ഥിച്ചോണം. ഇന്ന് രാത്രി അസാധാരണമായ മഹത്വം. ഓ ചിലത് ചെയ്യാൻ. യെസ് ബ്രദർ, യെസ്. യെസ് പ്രാർത്ഥിച്ചോ. പൈശാചികന്റെ പദ്ധതിയല്ല, വേറെ ചിലതുണ്ട് ദൈവത്തിന്. ഈ സീസണിൽ അത് നടക്കും ബ്രദറെ. Glory Jesus. തൊടുക. ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി നിന്റെ മേൽ വരിക. ചില ദൈവ നിയോഗങ്ങൾക്കായി ഇന്നു രാത്രി സ്വർഗം നിന്നെ തൊടുക. Yes. Take the anointing. Yes. Holy fire in mighty anointing. ചില ബന്ധനങ്ങൾ ദൈവം അഴിക്കുന്നു. എവിടേക്കോ ദൈവാത്മാവിന്റെ പ്രസരണങ്ങൾ നടക്കുന്നു. കരമുയർത്തി എന്ന് പറ. കർത്താവേ, നീ പറഞ്ഞെങ്കിൽ അതെനിക്ക് വേണം. നീ പറഞ്ഞെങ്കിൽ അതെനിക്ക് വേണം. ശത്രു തരുന്നതൊന്നും വേണ്ട. അവന്റെ അമ്പിനെ തിരിച്ച് അവന്റെ നേർക്കടിക്കാൻ ഒരു കരുത്ത് ഈ അഭിഷേകത്തിനുണ്ട്. നിന്റെ കരത്തെ ഉയർത്തിയാൽ ചില അതോറിറ്റികളെ കൈമേൽ വ്യാപരിക്കാൻ പോവാ. യേശു കൈ ഉയർത്തി ശാസിക്കുമ്പോൾ കടല് ശാന്തമായി, കാറ്റ് അമർന്നു. ഇന്നു രാത്രിയിൽ ഭൂമിമേൽ ചിലതിനെ അമർത്തുവാൻ കരുത്തുള്ള ഒരു ശക്തി ഇന്നിന്റെ കരത്തിന്റെ മേൽ ഈ രാത്രിയിൽ സ്വർഗം റിലീസ് ചെയ്യുന്നു. പ്രാപിക്കട്ടെ. ചില കരങ്ങളെ പരിശുദ്ധന്മാർ തൊടുക. യേശുവിന്റെ മഹത്വം ഇറങ്ങുന്നു. In mighty name of Jesus. തൊടുകാണ്. Rabalaba. Take fire of God. മഹത്വം തൊടുന്നു. ദൈവ സാന്നിധ്യം ഇറങ്ങി വരിക. Fire. Yes. Take the fire of God. മഹത്വം തൊടട്ടെ. ഇന്ന് രാത്രി മഹത്വം നിന്നെ തൊടുകയാ. Fire. Yes. Holy Spirit. Lama na shekeriya.